ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 44-ാം അധ്യായം. മല്ലയുദ്ധം, കംസവധം. ഈ വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം ഇപ്പോൾ മല്ലയുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. ആ മല്ലയുദ്ധം കണ്ടുകൊണ്ട് സദസ്സിലിരിക്കുന്ന സ്ത്രീകൾ ഇത് അന്യായമാണ്, അധർമ്മമാണ് എന്ന് പറയുന്ന ആ രംഗങ്ങളാണ് നമ്മൾ രാവിലെ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് മല്ലയുദ്ധം തുടരും. പിന്നീട് 2 മല്ലന്മാരെയും പിന്നെ അവരുടെ കൂടെയുള്ള 3 അനുജന്മാരായിട്ടുള്ള മല്ലന്മാരെയും രാമകൃഷ്ണന്മാർ വധിക്കുന്നതും മറ്റു മല്ലന്മാരെല്ലാം പ്രാണനും കൊണ്ട് ഓടിപ്പോകുന്നതും. ഈ സമയത്ത് കംസൻ കോപത്തോടുകൂടി രാമകൃഷ്ണന്മാരെ പിടിച്ച് ബന്ധിക്കാനും വസുദേവ നന്ദഗോപാദികളെയൊക്കെ കാരാഗൃഹത്തിലടയ്ക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ആജ്ഞാപിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ഭഗവാൻ കംസൻ ഇരിക്കുന്ന മഞ്ചത്തിലേക്ക് കയറിച്ചെന്ന് കംസനെ വധിക്കുന്നതായിട്ടുള്ള രംഗം എല്ലാമുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം കാണാൻ പറ്റുന്നു. 51 ശ്ലോകങ്ങളാണ്. അതിൽ നമ്മൾ 14 ശ്ലോകങ്ങളാണ് കണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 44-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം ചർച്ചിതസങ്കൽപ്പോ ഭഗവാൻ മധുസൂദനഃ ആസസാദാധചാണൂരം മുഷ്ടികം രോഹിണീസുതഃ. ഹസ്താഭ്യാം ഹസ്തയോർബദ്ധ്വാ പദ്ഭ്യാമേവ ച പാദയോഃ വിചകർഷതുരന്യോന്യം പ്രസഹ്യ വിജിഗീഷയാ. അരത്നീ ദ്വേ അരത്നീഭ്യാം ജാനുഭ്യാം ചൈവ ജാനുനീ. ശിരഃ ശീർഷ്ണോരസോരഃ തൗ അന്യോന്യമഭിജഗ്നതുഃ. പരിഭ്രാമണ വിക്ഷേപ പരിരംഭാവപാദനൈഃ ഉത്സർപ്പണാപസർപ്പണൈശ്ചാന്യോന്യം പ്രത്യരുന്ദതാം. ഉത്താപനൈർ ഉന്നയനൈശ്ചാലനൈസ്താപനൈരപി പരസ്പരം ജിഗീഷന്തൗ അപചക്രതുർ ആത്മനഃ. തദ്ബലാബലവത് യുദ്ധം സമേതാ സർവയോഷിതഃ. ഊചുഃ പരസ്പരം രാജൻ സാനുകമ്പാവരൂദശഃ. മഹാനയം വദാധർമ്മ യേഷാം രാജസഭാസദാം. യേ ബലാബലവത് യുദ്ധം രാജ്ഞോ അന്വിച്ഛന്തി പശ്യതഃ. ക്വ വജ്രസാര സർവാംഗൗ മല്ലൗ ശൈലേന്ദ്രസന്നിഭൗ. ക്വ ചാദിസുകുമാരാംഗൗ കിശോരൗ നാപ്തയൗവനൗ. ധർമ്മവ്യതിക്രമോ ഹ്യസ്യ സമാജസ്യ ധ്രുവം ഭവേത്. യത്ര അധർമ്മഃ സമുത്തിഷ്ഠേത് നസ്തേയം തത്ര കർഹിചിത്. ന സഭാം പ്രവിശേത് പ്രാജ്ഞഃ സഭ്യദോഷാൻ അനുസ്മരൻ. അബ്രുവൻ വിബ്രുവന്നജ്ഞോ നരകിൽബിഷമശ്നുതേ. വൽഗത ശത്രുമഭിതഃ കൃഷ്ണസ്യ വദനാംബുജം. വീക്ഷ്യതാം ശ്രമവാര്യുക്തം പദ്മകോശമിവാംബുഭിഃ. കിം ന പശ്യത രാമസ്യ മുഖം ആതാമ്രലോചനം. മുഷ്ടികം പ്രതി സാമർഷം ഹാസസംരംഭശോഭിതം. പുണ്യാപദ വ്രജഭുവോ യദയം നൃലിംഗകൂട പുരാണപുരുഷോ വനചിത്രമാല്യഃ. ഗാഃ പാലയൻ സഹ ബലഃ
ക്വണയംശ്ച വേണും വിക്രീഡയാഞ്ചതി ഗിരിത്രരമാർച്ചിതാംഗ്രിഃ ഗോപ്യസ്തപക്കിമചരൻ യദമുഷ്യരൂപം ലാവണ്യസാരം അസമോർധ്വം അനന്യസിദ്ധം ദൃഗ്ഭിഃ പിപന്ത്യനുസവാഭിനവം ദുരാപം ഏകാന്തധാമ യശശ്രിയ ഐശ്വരസ്യ യാദോഹനേ അവഹനനേ മദനോപലേപ പ്രേംഘ്യങ്കനാർബരുതിതോക്ഷണമർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രിയ ഉരുക്രമചിത്തയാനാഃ പ്രാതർവ്രജാദ്വ്രജത ആവിശദശ്ച സായം ഗോഭിഃ സമം ക്വണയതോസ്യ നിശമ്യ വേണും നിർഗമ്യ തൂർണമബലാപധി ഭൂരി പുണ്യാഃ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരിഃ ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ സഭയാ സ്ത്രീഗിരശ്രുത്വാ പുത്രസ്നേഹശുചാതുരൗ പിതരൗ അന്വതപ്യേതാം പുത്രയോരബുധൗ ബലം തൈസ്തൈർനിയുദ്ധവിധിഭിഃ വിവിധൈരച്യുതേതരൗ യുയുധാദേയദാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ ഭഗവദ്ഗാത്രനിഷ്പാദൈർവജ്രനിഷ്പേഷനിഷ്ഠുരൈഃ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിം അവാപഃ സശ്യേനവേഗ ഉത്പത്യ മുഷ്ടീകൃത്യ കരൗബൗ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ വക്ഷസി അബാദത നാചലത്തത്പ്രഹാരേണ മാലാഹതൈവദ്ദിപഃ ബാഹ്വോർനിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരിഃ ഭൂപൃഷ്ഠേ ബോധയാമാസ തരസാ ക്ഷീണജീവിതം വിസ്രസ്താകൽപകേശസ്രഗ് ഇന്ദ്രധ്വജൈവാപതത തഥൈവ മുഷ്ടികഃ പൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിനാ തലേനാഭിഹതോ വൃശം പ്രവേപിതഃ സരുധിരം ഉദ്വമന്മുഖതോർദിതഃ വ്യസുഃ പപാദോർവ്യുപസ്തേ വാദാഹതൈവാംഗ്രിപഃ തതഃ കൂടം അനുപ്രാപ്തം രാമഃ പ്രഹരതാം വരഃ അവധീലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിനാ തർഹ്യേവ ഹി ശലഃ കൃഷ്ണപദാപഹത ശീർഷകഃ ദ്വിധാ വിദീർണസ്തോഷലകഃ ഉഭൗ അപി നിപേതദുഃ ചാണൂരേ മുഷ്ടികേ കൂടേ ശലേ തോഷലകേ ഹതേ ശേഷാ പ്രദുദ്രുവുർമല്ലാഃ സർവേ പ്രാണപരിപ്സവഃ ഗോപാൻ വയസ്യാനാകൃഷ്യ തൈഃ സംസൃജ്യ വിജഹ്രദുഃ വാദ്യമാനേഷു തൂര്യേഷു വൽഗന്ധൗ ഋതനൂപുരൗ ജനാഃ പ്രജഹൃഷു സർവേ കർമ്മണാ രാമകൃഷ്ണയോഃ ഹൃദേ കംസം വിപ്രമുഖ്യാഃ സാധവഃ സാധു സാധ്വിതി ഹതേഷു മല്ലവര്യേഷു വിദ്രുതേഷു ച ഭോജരാട് ന്യവാരയത്സ്വതൂര്യാണി വാക്യം ചേതമുവാചഃ നിസ്സാരയത ദുർവൃത്തൗ വസുദേവാത്മജൗ പുരാത് ധനം ഹരത ഗോപാനാം നന്ദം ബധ്നീത ദുർമതിം വസുദേവസ്തു ദുർമേധാ ഹന്യതാമാശു അസത്തമഃ ഉഗ്രസേനഃ പിതാ ചാപി സാനുഗസ് പരപക്ഷകഃ ഏവം വികഥമാനേ വൈ കംസേ പ്രകുപിതോ വ്യയഃ ലഗിം നോത്പത്യ തരസാ മഞ്ചമുത്തുംഗമാരുഹത തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആസനാത് മനസ്വീ സഹസോത്ഥായ ജഗൃഹേ സോസി ചർമ്മണി തം ഗഡ്ഗപാണിം വിചരന്തമാശു ശ്യേനം യഥാ ദക്ഷിണസവ്യമംബരേ സമഗ്രഹീ ദുർവിഷഹോഗ്രതേജ യഥോരഗം താർക്ഷ്യസുതഃ പ്രസഹ്യ പ്രഗൃഹ്യ കേശേഷു ചലത്കിരീടം നിപാത്യ രംഗോപരി തുംഗമഞ്ചാത് തസ്യോപരിഷ്ടാത് സ്വയമബ്ജനാഭഃ പപാദ വിശ്വാശ്രയ ആത്മതന്ത്രഃ തം സംപരേദം വിചകർഷ ഭൂമൗ ഹരിര്യഥേവം ജഗതോ വിപശ്യതഃ ഹാഹേതി ശബ്ദഃ സുമഹാൻ തദാഭൂത് ഉദീരിതഃ സർവജനൈർനരേന്ദ്ര സ നിത്യതോദ്വിഗ്നധിയാ തമീശ്വരം പിബൻ വദൻ വാ വിചരൻ സ്വപൻ ശ്വസൻ ദദർശ ചക്രായുധമഗ്രതോ യതഃ
തദേവ രൂപം ദുരവാപമാപ. തസ്യാനുജാ ഭ്രാതരോഷ്ടൗ കങ്കന്യഗ്രോദഗാതയഃ അഭ്യതാവന്നതിക്രുദ്ധാ ഭ്രാതുർനിർവേശകാരിണഃ. തദാതിരവസാന്താംസ്തു സംയക്താൻ രോഹിണീസുതഃ അഹൻ പരിഘമുദ്യമ്യ പശൂനിവ മൃഗാധിപഃ. മേ ദുർദുന്ദുഭയോ വ്യോംനി ബ്രഹ്മേശാദ്യാ വിഭൂതയഃ. പുഷ്പൈ കിരന്തസ്തം പ്രീതാഃ ശശംസുർനൃതുഃ സ്ത്രിയഃ. തേഷാം സ്ത്രിയോ മഹാരാജ സുഹൃന്മരണദുഃഖിതാഃ തത്രാഭീയുർവിനിഘ്നന്ത്യഃ ശീർഷാണ്യശ്രുവിലോചനാഃ. ശയാനാൻ വീരശയ്യായാം പതീൻ ആലിംഗ്യ ശോചതീഃ. വിലേപുഃ സുസ്വരം മാര്യോ വിസൃജന്ത്യോ മുഹുഃശുചഃ. ഹാ നാദ പ്രിയ ധർമ്മജ്ഞ കരുണാനാഥവത്സല ത്വയാ ഹതേന നിഹതാ വയം തേ സഗൃഹപ്രജാഃ. ത്വയാ വിരഹിതാ പത്യാ പുരീയം പുരുഷർഷഭ. ന ശോഭതേ വയമിവ നിവൃത്തോത്സവമംഗളാ. അനാഗസാം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹമുൽബണം. തേനേമാം ഭോദശാം നീതോ ഭൂതദൃക്കോലഭേദശം. സർവേഷാമിഹ ഭൂതാനാം ഏഷ ഹി പ്രഭവാപ്യയഃ. ഗോപ്താ ച തദവധ്യായി ന ക്വചിത് സുഖമേദദേ. ശ്രീശുക ഉവാച രാജയോഷിത ആശ്വാസ്യ ഭഗവാൻ ലോകഭാവനഃ. യാമാഹുർലൗകികീം സംസ്ഥാം ഹതാനാം സമകാരയത്. മാതരം പിതരം ചൈവ മോചയിത്വാധബന്ധനാത്. കൃഷ്ണരാമൗ വവന്ദാദേ ശിരസാ സ്പൃശ്യ പാദയോഃ. ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരൗ. കൃതഃ സംവന്ദനൗ പുത്രൗ സസ്വജാതേന ശങ്കിതൗ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കംസവതോ നാമ ചതുശ്ചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഈ അധ്യായത്തിൽ ആദ്യം ചാണൂരനുമായിട്ട് ഭഗവാനും മുഷ്ടികനുമായിട്ട് ബലരാമസ്വാമിയും മല്ലയുദ്ധം ആരംഭിച്ചത് വർണ്ണിച്ചു. ശരിക്ക് നമ്മളെ മല്ലരംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുഷ്ടിയും കാൽമുട്ടുകളും പാദങ്ങളും കയ്യും എല്ലാം പിണച്ചുകൊണ്ടും ഇടിച്ചുകൊണ്ടും ഉന്തിയും തള്ളിയും പൊക്കിയും എറിഞ്ഞും ഒരു മിനിറ്റ്
അപ്പോൾ രണ്ട് മഹാമല്ലന്മാരും ബാലരൂപത്തിലിരിക്കുന്ന രാമകൃഷ്ണന്മാരുമായിട്ടുള്ള യുദ്ധം കണ്ടിട്ട് അവിടെ വന്നു ചേർന്നിരുന്ന സ്ത്രീകൾ അവർക്ക് സഹിച്ചില്ല. പുരുഷന്മാർക്കും സഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവർക്ക് കംസനോടുള്ള ഭയം കൊണ്ട് എല്ലാവരും പഞ്ചപുച്ഛമടക്കിയിരിക്കുകയാണ്. എന്നാൽ അമ്മമാർക്കത് സഹിച്ചില്ല. ഇത് അധർമ്മമാണ് എന്ന് അവര് പരസ്പരം പറയുന്ന അവരുടെ സംഭാഷണമാണ് 7-ാം ശ്ലോകം മുതൽ നമ്മൾ കണ്ടത്. ഇത് രാജ്യസഭയിലെ സദസ്യർക്കെല്ലാവർക്കും മഹത്തായ അധർമ്മമാകുന്നു. കാരണം ബലവാന്മാരും അബലന്മാരുമായിട്ടുള്ള യുദ്ധം രാജാവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് കൂടെ കൂടുന്നുവല്ലോ. ഇത് മര്യാദയല്ല എന്ന് രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ഈ വജ്രം പോലെ കഠിനമുള്ള അവയവങ്ങളോടുകൂടിയതായിട്ടുള്ള ഈ മല്ലന്മാർ, പർവ്വതാകാരന്മാർ എവിടെ കിടക്കുന്നു? അതിസുകുമാരാംഗന്മാരായിട്ടുള്ള ഈ ബാലന്മാർ, യൗവനം പോലും പ്രാപിച്ചിട്ടില്ലാത്ത ഈ കൊച്ചു കുഞ്ഞുങ്ങൾ എവിടെ കിടക്കുന്നു? ഇത് ഈ സമാജത്തിന്, ഈ സഭയ്ക്ക് തന്നെ വലിയ ധർമ്മ അതിക്രമമാണ്. എവിടെയാണോ അധർമ്മം നടക്കുന്നത് അല്ലെങ്കിൽ അധർമ്മം ഉത്ഭവിക്കുന്നത് അവിടെ ഒരിക്കലും ഇരിക്കരുത്, സ്ഥിതി ചെയ്യരുത്. നസ്തേയം തത്ര കർഹിച്ചിട്ട്. ഇങ്ങനെ വല്ല അധർമ്മം നടക്കാൻ പോകുന്നു എന്ന് അറിയുന്ന സഭയിലേക്ക് പ്രാജ്ഞന്മാർ, അറിവുള്ളവർ പ്രവേശിക്കുകയേ അരുത്. ന സഭാം പ്രവിശേത് പ്രാജ്ഞഃ സഭ്യദോഷാൻ അനുസ്മരന്. സഭയിൽ സംഭവിക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സഭകളിലേക്ക് ചെല്ലരുത്. വിളിച്ചാലും ചെല്ലരുത്. കാരണം അവിടെ നടക്കാൻ പോകുന്നത് എന്ത് കൊള്ളരുതായ്മയാണ് എന്ന് ഊഹിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അറിവുള്ളവർ ചെയ്യേണ്ടത്. കാരണം അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ സാക്ഷികളായിരുന്നാൽ അബ്രുവൻ, അതും പാപമാണ്. വിബ്രുവൻ, അധർമ്മത്തിനനുസരിച്ച് പറഞ്ഞാൽ, അല്ലെ, വിപരീതമായി ധർമ്മം പറയുന്നതിന് പകരം അതിന് വിപരീതം പറഞ്ഞാൽ അതും പാപമാണ്. അജ്ഞഃ, ഞാനൊന്നും അറിയില്ലേ, എനിക്കൊന്നും അറിയില്ലേ എന്ന മട്ടിലിരുന്നാലും പാപമാണ്. നരഹ കിൽബിഷം അസ്നുതേ. അപ്പോ എന്നാലും രാമകൃഷ്ണന്മാർ യുദ്ധം ചെയ്യുന്നുണ്ട്. അവരെ അത്ര എളുപ്പത്തിലൊന്നും ഈ മല്ലന്മാർക്ക് വധിക്കാൻ കഴിയുന്നില്ല. ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് പലരും പറയുമ്പോൾ നോക്കൂ, ആ കൃഷ്ണന്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ. ശ്രമവാര്യുക്തം, ശ്രമവാരി അവിടെ ഉക്തമായിരിക്കുന്നു, മുഖത്ത് കാണപ്പെടുന്നു. പത്മകോശം ഇവ അമ്പുബിഹി. ഒരു താമര മൊട്ടിൽ അല്ലെങ്കിൽ താമര പൂവിൽ വെള്ളത്തുള്ളികൾ നിൽക്കും പോലെ ആ മുഖകമലത്തിൽ വിയർപ്പ് തുള്ളികൾ കണ്ടില്ലേ? അത് ശ്രമത്തിന്റെ അടയാളമല്ലേ? അപ്പൊ കഷ്ടമുണ്ട് എന്നല്ലേ? ആ കുട്ടികളെ കഷ്ടപ്പെടുത്തുകയല്ലേ ഈ ചാണൂരനും മുഷ്ടികനും? ആ രാമന്റെ മുഖം നോക്കൂ, ചുവന്നിരിക്കുന്ന കണ്ണുകളും ആ മുഷ്ടികനോട് നേരെ അമർഷത്തോടു കൂടിയതായിട്ടുള്ള ഒരു ഭാവത്തിൽ നോക്കുന്നതൊക്കെ കാണുന്നില്ലേ? അപ്പോ രാമകൃഷ്ണന്മാർക്ക് രണ്ടുപേർക്കും അല്പം ബുദ്ധിമുട്ട്, ക്ലേശങ്ങളൊക്കെ ഉണ്ട് ഈ മല്ലന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇത് അധർമ്മമാണ് എന്ന് സ്ഥാപിക്കുകയാണ്. ഇനി നമ്മുടെ ഈ സഭ അല്ലെങ്കിൽ നമ്മുടെ ഈ മധുരാപുരിയിലുള്ള ആളുകൾ തന്നെ പാപികളാണ്, പുണ്യമില്ലാത്തവരാണ്. ആ വൃന്ദാവനവാസികൾ അല്ലെങ്കിൽ ഗോകുലവാസികളാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവതികൾ, ഭാഗ്യവാന്മാർ. ആ വ്രജഭുവഃ പുണ്യാപദ. ആ വ്രജഭൂമികളും അവിടെയുള്ള സകല ചരാചരങ്ങളും പുണ്യങ്ങളാകുന്നു. കാരണം ഈ മനുഷ്യ അടയാളങ്ങൾ ധരിച്ചുകൊണ്ട്, മനുഷ്യ വേഷം ധരിച്ചുകൊണ്ട് വാസ്തവത്തിൽ പുരാണ പുരുഷനാണ് ഗൂഢനായി ചരിക്കുന്നത്. വനമാലാദികൾ ധരിച്ച് ഗോപന്മാരുടെ കൂട്ടത്തിൽ കളിക്കുന്ന, പശുക്കളെ മേയ്ക്കുകയും ബലരാമനോടുകൂടി വേണുവിനെ ഊതിക്കൊണ്ട് വിക്രീഡയാഞ്ചതി ഗിരിത്ര രമാർച്ചിതാംഗ്രിഹി. വാസ്തവത്തിൽ ഗിരിത്രനാലും രമയാലും അർച്ചിക്കുന്ന അംഗ്രിയോടുകൂടിയവനാണ്. മഹാദേവനാലും ലക്ഷ്മി ദേവിയും പൂജിക്കുന്നതായിട്ടുള്ള പാദങ്ങളാണ് ഭഗവാന്റെ പാദങ്ങൾ. അങ്ങനെയുള്ള പൂജ്യപാദൻ അവിടെ കളിച്ചുകൊണ്ട് ആ ഗോകുലത്തിൽ അഞ്ചതി വൃന്ദാവനത്തിൽ സഞ്ചരിക്കുന്നു.
ആ ഗോകുലത്തിലെ ഗോപികൾ എന്ത് തപസ്സാണാവോ ചെയ്തത്? കാരണം ഈ കൃഷ്ണന്റെ രൂപം എങ്ങനെയുള്ളത്? ലാവണ്യസാരം, സൗന്ദര്യത്തിന്റെ എസൻസ്, സൗന്ദര്യം മുഴുവൻ ഊറ്റിയെടുത്തതുപോലെ, ആറ്റിക്കുറുക്കിയെടുത്തതുപോലെ. സൗന്ദര്യസാരം അഥവാ ലാവണ്യസാരം, അസമോർധ്വം, അതിന് സമമായിട്ടോ അതിനേക്കാൾ ഊർധ്വമായിട്ടോ മറ്റൊന്ന് ഇല്ലാത്തത്. ഭഗവാന്റെ രൂപത്തിന് തുല്യമായിട്ട് താരതമ്യം ചെയ്യാൻ ഒരു രൂപമില്ല, അതിനേക്കാൾ ഉയർന്നതായി ശ്രേഷ്ഠമായിട്ടും ഒരു രൂപമില്ല. അനന്യസിദ്ധം, മറ്റൊന്നിൽ നിന്ന് സിദ്ധിച്ചതല്ല, ഒന്നിന്റെയും കാര്യമല്ല. ഏതിന്റെങ്കിലും കാര്യമാണ്, ഏതെങ്കിലും അച്ഛനമ്മമാരുടെ മകനാണ് എന്ന് വന്നാൽ കാരണത്തിന് മഹത്വം കൂടും. കാരണത്തിൽ നിന്നാണല്ലോ കാര്യമുണ്ടാകുന്നത്. അപ്പോൾ സോഴ്സ് അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇത് അങ്ങനെയല്ല, അനന്യസിദ്ധ, സ്വതസിദ്ധനാണവൻ ഭഗവാൻ. ആരിൽ നിന്നും ഒന്നും കടമെടുത്തിട്ടുള്ളതല്ല, ആരുടെയും സഹായം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല ഈ ഭഗവാന്റെ ഈ സൗന്ദര്യം. അത് അനുസവ അഭിനവം, ഓരോ വേളകളിലും നിത്യനൂതനമായിരിക്കുന്നു, അഭിനവമായിരിക്കുന്നതാണ്. ദുരാപം, അങ്ങനെ എളുപ്പത്തിലൊന്നും ആർക്കും കാണാൻ കഴിയാത്തതും പ്രാപിക്കാൻ കഴിയാത്തതും. യശസഃ ശ്രിയഃ ഐശ്വരസ്യ ഏകാന്തധാമ, യശസ്, ശ്രീ, ഐശ്വര്യം മുതലായ ഗുണങ്ങൾക്കെല്ലാം ആശ്രയഭൂതമായിരിക്കുന്ന, ഏകാശ്രയമായിരിക്കുന്നതാണ് ഈ ഭഗവാന്റെ രൂപം. അതിനെ കണ്ണുകൊണ്ട് ദിവസവും കുടിക്കുന്നവരായ ഗോപികമാർ ദൃഗ്ഭ്യഃ പിബന്തി, തീർച്ചയായിട്ടും ആ ഗോപ്യഃ കിം തപഃ അചരൻ, എന്ത് തപസ്സാണ് അവർ ചരിച്ചത്, അവരെത്ര ഭാഗ്യവതികളാണ്, എത്ര ധന്യധന്യകളാണ്. അപ്പോ ആ ഗോകുലവാസികൾ ഭഗവാനെ അത്രയും ബഹുമാനത്തോടുകൂടി കാണുമ്പോൾ ഈ മധുരാവാസികൾ ഭഗവാനെ ഇങ്ങനെ നിന്ദിക്കുന്നുവല്ലോ, ഇങ്ങനെ ഉപദ്രവിക്കുന്നുവല്ലോ, പാപം ചെയ്തവരാണ്, സംസ്കാരമില്ലാത്തവരാണ്. അതാണ് ഇങ്ങനെയുള്ള രംഗം നമുക്ക് കാണേണ്ടി വന്നത് എന്ന് പറഞ്ഞ് സ്വയം നിന്ദിക്കുകയാണ്. മധുരാപുരവാസികൾ സ്വയം അവരെ തന്നെ നിന്ദിക്കുന്നു, ഗോപികമാരുടെ ഭാഗ്യത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു. തുടരുകയാണ്. നമ്മൾ ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയത്, 14-ാം ശ്ലോകം വരെയാണ് രാവിലെ പറഞ്ഞത്. യാദോഹനേ അവഹനനേ മഥനോപലേപ പ്രംഗ്യംഗനാർബരുദിതോക്ഷണ മാർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രിയ ഉരുക്രമചിന്തയാനാഃ. യാദോഹനേ അവഹനനേ മദനോപലേപ പ്രംഗ്യംഗനാർബരുദിതോക്ഷണ മാർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രിയ ഉരുക്രമചിന്തയാനാഃ. വ്രജസ്ത്രിയഃ ധന്യാഃ, ആ വ്രജവാസികളായ സ്ത്രീകൾ, ഗോപസ്ത്രീകൾ ധന്യാഃ, ധന്യധന്യകളാണവർ. എന്താ കാരണം? എപ്പോഴും ഉരുക്രമചിന്തയാനാഃ, ആ ഉരുക്രമൻ, വലിയ വലിയ കാൽവെപ്പുകളോടുകൂടിയവൻ, വലിയ കർമ്മങ്ങളെ ചെയ്യുന്ന ആ ത്രിവിക്രമനായ ഭഗവാനെ, ഭഗവാന്റെ കർമ്മങ്ങളെ, ഭഗവാന്റെ ഗുണങ്ങളെ, ഭഗവാന്റെ രൂപത്തെ എല്ലാം നിരന്തരം ചിന്തയാനാഹ. അപ്പൊ ഗോപികമാർ ഭഗവാനെ തന്നെ നിരന്തരം ചിന്തിക്കുന്നവരായതുകൊണ്ട് അവർ അത്യന്തം ധന്യകളാകുന്നു. അവർക്ക് ഭഗവാനെ മറക്കാനേ കഴിയില്ലല്ലോ, അവരെപ്പോഴും ഭഗവാനെ ചിന്തിക്കുകയല്ലേ. നമ്മൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല, നമ്മളിപ്പോഴും ഭഗവാനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. വന്ന ഭഗവാന് മര്യാദയ്ക്കൊരു സ്വാഗതം കൊടുത്തിട്ടുണ്ടോ? നമ്മളാരെങ്കിലും മര്യാദയ്ക്ക് ബഹുമാനിച്ചിട്ടുണ്ടോ? പൂജിക്കേണ്ട രീതിയിൽ പൂജിച്ചിട്ടുണ്ടോ? കംസനെ ഭയന്നുകൊണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ഉള്ളിലുണ്ട്, ആ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവരുടെ ഉള്ളിലുള്ള കൃഷ്ണനോടുള്ള ബഹുമാനവും സ്നേഹവും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പാപം നമ്മൾ പാപികളായതുകൊണ്ടാണ് ഇങ്ങനെ ഈ മധുരാപുരിയിൽ ഈ കംസന്റെ അടിമകളായി കംസനെ ഭയന്നുകൊണ്ട് കഴിയേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു
അവരുടെ ഫ്രസ്ട്രേഷൻ അവിടെ പ്രകടമാണ് എന്ന് പറയുക. ഗോപികമാരുടെ ഭാഗ്യത്തെക്കുറിച്ച് അവര് എടുത്തെടുത്ത് പറയുന്നതിന് കാരണം അതാണ്. ഗോപികമാരാണെങ്കിൽ പ്രേമത്തോടുകൂടി എപ്പോഴും എന്തു ചെയ്യുമ്പോഴും ഗോവിന്ദ ദാമോദര മാധവേദി അല്ലെ, ഭഗവാന്റെ നാമങ്ങളെ പാടിക്കൊണ്ടും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഉരുക്രമ ചിന്തയാനാഹ വ്രജസ്ത്രീയ ധന്യാഹ, ഉരുക്രമനെ തന്നെ ചിന്തിക്കുന്നവരായ വ്രജസ്ത്രീകൾ ധന്യധന്യകളാകുന്നു. അപ്പൊ അവര് എങ്ങനെയാണ് ഭഗവാനെ ചിന്തിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ 3 വരിയില് പറയുന്നത്. യാ യാ എന്ന് പറഞ്ഞാൽ യാവരാണോ, ഏത് വ്രജസ്ത്രീകളാണോ, ഏത് ഗോപികമാരാണോ, ദോഹനെ അവഹനനെ മദന ഉപലേപ പ്രേംഗ ഇംഗന അർബരുദിത ഉക്ഷണ മാർജനാദൗ ഗായന്തി ച യേനം അനുരക്തധിയോ ശ്രുകണ്ഡ്യോ. അപ്പോ അശ്രുകണ്ഡ്യ എന്ന് വെച്ചാല് ആനന്ദാശ്രുക്കൾ കൊണ്ട് ഗദ്ഗത കണ്ഠരായിക്കൊണ്ട് ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അനുരക്തധിയ, ആ ഭഗവാനിൽ തന്നെ അനുരാഗത്തോടുകൂടിയ ബുദ്ധി അന്ധക്കരണത്തോടുകൂടി ഏനം ഗായന്തി, ഇവനെ കുറിച്ചാണ് അവരെല്ലാം പാടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും എന്തു ചെയ്യുമ്പോൾ ദോഹനെ, ദോഹനെ പശുക്കളെ ദോഹനം ചെയ്യുമ്പോൾ, കറക്കുമ്പോൾ എന്നർത്ഥം. അപ്പോൾ ഗോപികമാരുടെ ഡ്യൂട്ടിയാണ് പശുക്കളെ കറക്കുക എന്നുള്ളത് അല്ലെ. പുരുഷന്മാര് പശുക്കളെ മേച്ചു കൊണ്ടുവന്ന് വയറ് നിറച്ച് കൊണ്ടുവന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പശുക്കൾക്ക് വെള്ളം കൊടുക്കലും മറ്റുമൊക്കെ അവർ ചെയ്യും. ബാക്കിയുള്ള പശുക്കളെ കറക്കലും തൊഴുത്ത് വൃത്തിയാക്കലും അല്ലെ, ഗോശാലകൾ വൃത്തിയാക്കലും ഒക്കെ അത് വീട്ടിലിരിക്കുന്ന ഗോപികമാർ ചെയ്യും. അവർക്ക് പകലുള്ള പണികളാണിതെല്ലാം. അപ്പോ കറക്കേണ്ട സമയത്ത് പശുക്കളെ കറക്കുക. ആ കറക്കുന്ന സമയത്തും അശ്രുകണ്ഡ്യകളായി അനുരക്തധിയകളായി ഏനം ഗായന്തി, ഭഗവാനിൽ തന്നെ അനുരാഗത്തോടുകൂടിയ ബുദ്ധിയോടുകൂടെ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിക്കലാണ് അനുരാഗം. വെറും രാഗമല്ല, അനുരാഗം. അനു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്നു. എപ്പോഴും നിരന്തരം രാഗത്തോടുകൂടി. എങ്ങനെയാണോ ഒരു കാമുകി കാമുകനെ തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ കാമുകൻ കാമുകിയെ തന്നെ ചിന്തിക്കുക, അതാണ് അനുരാഗം. അപ്പൊ അതേ ഭാവത്തിലാണ് ഈ ഗോപികമാര് അനുരാഗത്തോടുകൂടി അനുരക്തധിയ അശ്രുകണ്ഡ്യ, അവരുടെ കണ്ഠങ്ങളിൽ ആ അശ്രു കൊണ്ട്, അശ്രു എന്ന് പറഞ്ഞാൽ ഇവിടെ ആനന്ദാശ്രുക്കൾ കൊണ്ട് ഗദ്ഗതരാണ്, ഗദ്ഗത കണ്ഠരാണ് എന്നർത്ഥം. ഇടറുന്ന തൊണ്ടയോടുകൂടി അവര് ഇവനെ കുറിച്ച് ഗാനം ചെയ്യുന്നു. ഇപ്പോൾ ദോഹനെ കറക്കുന്ന സമയത്തും അവഹനനെ, അവഹനനം എന്ന് പറഞ്ഞാല് ധാന്യങ്ങളെ നെല്ലുകുത്ത് അല്ലെങ്കിൽ ഗോതമ്പ് കുത്ത് അങ്ങനെയുള്ള ധാന്യങ്ങളെ പൊടിക്കാനും അവരുടെ തവിട് കളയാനും ഉമി കളയാനും ഒക്കെ ആയിട്ടുള്ള എന്തെല്ലാം ഉരലിലിട്ട് ധാന്യങ്ങൾ കുത്തുന്നതായിട്ടുള്ള സമയം, അതിനെ വൃത്തിയാക്കുന്നതായിട്ടുള്ള സമയം, അതാണ് അവഹനനം. അപ്പോൾ ധാന്യങ്ങൾ നേരെയാക്കുന്നതായിട്ടുള്ള സമയത്ത്, അതുപോലെ മഥന, മഥന ശബ്ദം കൊണ്ട് മഥനം ചെയ്യാതല്ല, പാല് അല്ല തൈര് കടയ അല്ലേ, ദധി മഥനം, ദധി മന്ഥനം എന്നൊക്കെ പറയും. അപ്പൊ ദധിയെ അഥവാ തൈരിനെ മഥനം ചെയ്യുന്നതായിട്ടുള്ള സമയത്ത്, അതുപോലെ ഉപലേപം എന്ന് പറഞ്ഞാല് വീട് ലേപനം ചെയ്യുക, തുടയ്ക്കുക, അടിച്ചു തളിച്ച് തുടയ്ക്കുന്നതിനെയാണ് ഉപലേപം എന്ന് പറയുന്നത്. ചാണകാദികൾ കൊണ്ട് തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഉപലേപം. അപ്പൊ ഉപലേപം, അതുപോലെ പ്രേംഗ്യങ്കനം. പ്രേംഗ്യങ്കനം എന്ന് പറഞ്ഞാല്, പ്രേംഗം എന്ന് പറഞ്ഞാൽ തൊട്ടിലാണ്. കുട്ടികളെ തൊട്ടില് ഇട്ടിട്ട് ഇംഗനം ചെയ്യുക, ആട്ടുക. അപ്പൊ ആടുന്ന തൊട്ടിലുകളിൽ കുട്ടികളെയിട്ട് ആട്ടിക്കൊണ്ട് കുട്ടികൾക്ക് താരാട്ട് പാട്ടായിട്ട് പാടുന്നത് ശ്രീകൃഷ്ണ കീർത്തനങ്ങളാണ്, ശ്രീകൃഷ്ണ നാമങ്ങളാണ് എന്നർത്ഥം. പ്രേംഗ്യങ്കനം, അപ്പൊ തൊട്ടിലിട്ട് ആട്ടുക എന്നർത്ഥം. അർബരുദിതം, അർബരുദിതം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കരയുന്നതായിട്ടുള്ള സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് എടുത്തുകൊണ്ട് നടന്നുകൊണ്ടൊക്കെ നമ്മൾ പാട്ട് പാടിക്കൊണ്ട് താളം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് കുട്ടികളുടെ മുതുകത്ത് തട്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് നടക്കും. അർഭന്മാർ അഥവാ കുട്ടികൾ
രുദിതം ചെയ്യുമ്പോൾ, രോദനം ചെയ്യുമ്പോൾ, അപ്പോൾ കുട്ടികൾ കരയുമ്പോൾ അവരെ എടുത്തുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നതും കൃഷ്ണ കഥകൾ പറഞ്ഞ്, കൃഷ്ണലീലകൾ പാടി, കൃഷ്ണനാമങ്ങൾ ചൊല്ലി, അങ്ങനെയൊക്കെയാണ് അവര്. അർബരുദിതം ഉക്ഷണം. ഉക്ഷണം എന്ന് പറഞ്ഞാൽ അടിച്ചു തളിക്കലാണ്. പ്രോക്ഷണം ചെയ്യാന്ന് പറഞ്ഞാൽ തളിക്കലാണല്ലോ. പ്രകർഷേണ ഉക്ഷണം ചെയ്യലാണ് പ്രോക്ഷണം. നമ്മൾ വെള്ളം പ്രോക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തളിക്കലാണ്. നമ്മളിപ്പോ തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ പോയാൽ വെള്ളം എടുത്തിട്ട് മേലേക്ക് എന്താ ചെയ്യണത്? പ്രോക്ഷണം. പ്രകർഷേണ ഉക്ഷണമാണ് പ്രോക്ഷണം, തളിക്കൽ. അപ്പൊ അടിച്ചു തളിക്കലാണ് പ്രോക്ഷണം, അതാണ് ഉക്ഷണം. അപ്പൊ ഉക്ഷണം ചെയ്യുക. മാർജനം. മാർജനം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഉക്ഷണം തളിക്കലും മാർജനം അടിക്കലും. മാർജനമാണ് അടിച്ചുവാരല്. അപ്പൊ അടിച്ചുവാരല്, തളിക്കല്, കുട്ടികൾ കരയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കല്, കുട്ടികളെ തൊട്ടിയിലിട്ട് ആട്ടല്, അതുപോലെ വീട് മെഴുകുന്നതായിട്ടുള്ള സമയത്ത് ഉപലേപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തൈര് കടയുമ്പോൾ, അല്ലെങ്കിൽ ധാന്യങ്ങൾ കുത്തി നേരെയാക്കുമ്പോൾ, അല്ലെങ്കിൽ പശുക്കളെ കറക്കുമ്പോൾ. ആദ്യം പശുക്കളെ കറക്കുക, അത് കഴിഞ്ഞ് ധാന്യങ്ങളെ വൃത്തിയാക്കുക, അതുപോലെ മഥനം, തൈര് കടയുക, ഉപലേപം ചെയ്യുക അഥവാ മെഴുകുക, തൊട്ടിലിട്ട് കുട്ടികളെ ആട്ടലാണ് പ്രേങ്ക്യങ്കനം. അർബരുദിതം, കുട്ടികൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കലാണ് അർബരുദിതം. ഉക്ഷണം എന്ന് പറഞ്ഞാൽ തളിക്കലാണ്. മാർജനം എന്ന് പറഞ്ഞാൽ അടിക്കലാണ്. അപ്പൊ എന്ത് പണിയെടുക്കുമ്പോഴും അർത്ഥം ഗോപികമാര് നമുക്ക് കാണിച്ചു തരികയാണ്. ഇതാ ഇങ്ങനെ ഞങ്ങളെ പോലെ നിങ്ങളും ആ ഭഗവാനെ തന്നെ എന്തു ചെയ്യുമ്പോഴും കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് വെറുതെ പാടിയാ പോരാ. ആ പ്രകാരത്തിൽ നാരായണനെ സ്മരിച്ചുകൊണ്ട് ഗദ്ഗത കണ്ഠരായിക്കൊണ്ട് ആനന്ദാശ്രുക്കളോടുകൂടി ഇതുപോലെ ഭഗവാനെ കുറിച്ച് പാടിക്കൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുക. ഭഗവാൻ ഗീതയില് അർജുനനോട് പറയുന്നു, നമ്മളോടും പറയുന്നു അല്ലെ? യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. നീ എന്ത് ചെയ്യുമ്പോഴും യത് കരോഷി യദസ്നാസി, നീ എന്ത് കരോഷി ചെയ്യുമ്പോഴും, യദസ്നാസി എന്തിനെ അശിക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എനിക്ക് സമർപ്പിക്കൂ. യജ്ജുഹോഷി, നീ എന്ത് ഹോമം ചെയ്യുമ്പോഴും യാഗാദികൾ ചെയ്യുമ്പോഴും പൂജകൾ ചെയ്യുമ്പോഴും, യജ്ജുഹോഷി ദദാസി യത്, എന്ത് ദാനം ചെയ്യുമ്പോഴും നീ എനിക്കാണ് കൊടുക്കുന്നത് എന്ന് ഓർമ്മ വേണം. നിന്റെ മുമ്പിൽ നിൽക്കുന്നവരെ നീ കാണരുത്, അവരെ നീ എന്താ പറയുക അവജ്ഞയോടെ കാണരുത്, നീ അഹങ്കാരത്തോടു കൂടി കൊടുക്കരുത്. നിന്റെ മുമ്പിൽ ദാനം സ്വീകരിക്കുന്നത് ഞാനാണെന്ന് ഓർമ്മ വേണം. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ. അപ്പോ ഹേ കൗന്ദേയ, യത് തപസ്യസി, നീ ഏതേത് തപസ്സുകൾ സ്വധർമാനുഷ്ഠാനങ്ങൾ നീ എന്തു ചെയ്യുമ്പോഴും തത് കുരുഷ്വ മദർപ്പണം, അത് എന്റെ അർപ്പണമാക്കി ചെയ്താലും നാരായണായേതി സമർപ്പയാമി. മന്മനാഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി യുക്തൈവം പ്രതിജാനേ പ്രിയോസി മേ. ഇതേ ആശയം തന്നെയാണ്. മന്മനാഭവ മദ്ഭക്തഃ ഭവ, മനസ്സ് എന്നിൽ തന്നെ അർപ്പിച്ചവനായി ഭവിച്ചാലും, എന്റെ ഭക്തനായി എന്നെ പ്രേമിക്കുന്നവനായി ഭവിച്ചാലും. മന്മനാഭവ മദ്ഭക്തഃ മദ്യാജീ, എനിക്ക് വേണ്ടി യാഗങ്ങൾ ചെയ്യുന്നവൻ, എന്നെ പൂജിക്കുന്നവനായി ഭവിച്ചാലും. മാം നമസ്കുരു, ഈശ്വരനെ നമസ്കരിച്ച് സർവസ്വവും സമർപ്പിക്കുന്നവനായി ഭവിച്ചാലും. മദ്യാജീ മാം നമസ്കുരു, ഇങ്ങനെയായാലോ മാമേവ ഏഷ്യസി യുക്ത്വാ ഏവം, ഏവം യുക്ത്വാ മാമേവ ഏഷ്യസി, ഇങ്ങനെ യോജിച്ചാൽ, എപ്പോഴും ഇങ്ങനൊരു ഡെഡിക്കേഷനോടുകൂടി എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് എന്തും ചെയ്താൽ നീ എന്നെ തന്നെ പ്രാപിക്കും. മാമേ വൈഷ്യസി യുക്തൈവം പ്രതിജാനേ, പ്രതിജാനേ ഐ പ്രോമിസ് യു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജാനേ എന്ന് പറഞ്ഞാൽ അഹം പ്രതിജ്ഞാം കരോമി, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്തുകൊണ്ട്? പ്രിയോസിമേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട്
ഞാൻ നിന്നോട് വാക്ക് പറയുകയാണ്, നിന്നോട് പ്രതിജ്ഞ ചെയ്യുകയാണ്, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. അപ്പൊ ഈ ഭഗവാൻ അർജുനനോടും നമ്മളോടും ഒക്കെ എന്തൊക്കെ ഉപദേശിച്ചുവോ ഇതൊക്കെ സാക്ഷാത്കരിച്ചവരാണ്, അല്ലെങ്കിൽ നേരിട്ട് ചെയ്തവരാണ് ഈ ഗോപികമാര്. അവരെന്ത് ചെയ്യുമ്പോഴും എന്താ പറയുക, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ, അല്ലെങ്കിൽ ഗോവിന്ദ ദാമോദര മാധവേതി. ഇങ്ങനെ ഭഗവാന്റെ വിവിധ നാമങ്ങളെ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ആ ഗോപികമാർ അവരുടെ ഏത് കൃത്യം ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ അശ്രുകണ്ഠ്യകളായി അനുരക്തധീകളായി ഏനം ഗായന്തി, ഭഗവാനെ കുറിച്ച് ഗാനം ചെയ്യുന്ന ആ ഉരുക്രമചിന്തയാനാഹ വ്രജസ്ത്രീയഃ ധന്യാഹ, ഉരുക്രമനെ തന്നെ ചിന്തിക്കുന്നവരായ വ്രജസ്ത്രീകൾ ഗോപികമാർ ധന്യാഹ, അവരുടെ ജീവിതമാണ് നിറഞ്ഞത്, നിറവോടുകൂടിയത്, ധന്യധന്യം, വേണ്ടതുപോലെയായി. അപ്പൊ അത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് എന്നർത്ഥം. ഈ ഗോപികമാരെ പോലെ ആവാം. യഥാ വ്രജഗോപികാനാം, നാരദ മഹർഷിയും പറഞ്ഞത് അങ്ങനെ തന്നെ, അവരെ തന്നെയാണ് ഉദാഹരണമാക്കിയത്. അപ്പൊ വ്രജഗോപികമാരെ പോലെ ആവുക. അപ്പോ എന്തുകൊണ്ട് അവരെ ധന്യ എന്ന് പറഞ്ഞത് പ്രത്യേകം? ഇപ്പൊ ഇവിടെ മധുരാപുരിയില് വലിയ സമ്പദ്സ്ഥിതിയിലൊക്കെ വലിയ മാളികകളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. ആരെക്കുറിച്ച്? വെറും പശുത്തൊഴുത്തിലെ ചാണകത്തിലും മൂത്രത്തിലും അല്ലെ, അതിനെ വൃത്തിയാക്കിക്കൊണ്ടും പശുക്കളെ കഴുകിക്കൊണ്ടും പശുവിനെ കറന്നുകൊണ്ടും ചെറിയ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടുപോകുന്ന അതാണ് വ്രജം അല്ലെ. സെമി പെർമനന്റ് ആണ് അവരുടെ ഗൃഹങ്ങളെല്ലാം, ഇളക്കിക്കൊണ്ടുപോകാൻ പറ്റുന്നതാണ്, മൊബിലിറ്റി ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കുടിലുകളിലൊക്കെ താമസിക്കുന്ന ഈ സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം കൊണ്ട് സാധിച്ചത്. നമ്മളൊക്കെ ഈ വലിയ വലിയ മാളികമേലിലൊക്കെ ഇരുന്നിട്ടൊക്കെ എന്താ പറയുക, സുഖിയന്മാരായി അഹങ്കാരികളായി ഈശ്വരനെ നിന്ദിക്കുന്നവരായി ഭവിച്ചിരിക്കുന്നു. നമ്മളെക്കാൾ നമ്മൾ നമ്മുടെ പാപം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അവരവരുടെ പുണ്യം കൊണ്ടാണ് അവർക്ക് എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ കഴിയുന്നത്. അപ്പൊ ഏതാ നല്ലത്? വലിയ മാളികകളിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ചിന്തിക്കാതിരിക്കുന്നതോ അതോ കുടിലുകളിലാണെങ്കിലും ഭഗവാനെ നിരന്തരം ചിന്തിക്കുന്നതാണോ ധന്യത എന്ന് ഇവിടെ കാണിച്ചു തരണം. നല്ല ശ്ലോകമാണ്. യാ ദോഹനേ അവഹനനേ മഥനോപലേവ പ്രേംഗ്യങ്കനാർഭരുതിദോക്ഷണമാർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രിയ ഉരുക്രമചിന്തയാനാഃ പ്രാതർവ്രജാദ്വ്രജത ആവിശതശ്ച സായം ഗോപിഃ സമം ക്വണയതോസ്യ നിശമ്യ വേണും നിർഗമ്യ തൂർണമബലാപധി ഭൂരി പുണ്യാഃ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം പ്രാതർവ്രജാദ്വ്രജതഃ ആവിശതശ്ച സായം ഗോപിഃ സമം പ്രണയതോസ്യ നിശമ്യ വേണും നിർഗമ്യ തൂർണമബലാപധി ഭൂരി പുണ്യാഃ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം. അപ്പൊ ആ ഗോപികമാര് ഭഗവാനെ എന്നും രണ്ടു നേരവും കാണുന്നു അല്ലേ. പ്രാതർവ്രജാദ്വ്രജതഃ, പ്രാതക്കാലെ രാവിലെ നേരത്തെ, വ്രജാത് വ്രജതഃ, വ്രജത്തിൽ നിന്ന് വ്രജിക്കുന്നവൻ, ഗോകുലത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവനായ ആ കൃഷ്ണന്റെ മുഖം, പശ്യന്തി സസ്മിതമുഖം, സ്മിതപൂർവമായിട്ടുള്ള ഭഗവാന്റെ ആ മുഖത്തെ, അതെങ്ങനെയുള്ളത്? സദയാവലോകം, ദയയോടുകൂടി, നോട്ടത്തോടുകൂടിയത്. സദയാ അവലോകം, ഭഗവാന്റെ അവലോകത്തിൽ ദയയുമുണ്ട്. കാരുണ്യത്തോടുകൂടി ഈ ഗോപികമാരെ കടാക്ഷിക്കണ എന്നും രാവിലെയും വൈകുന്നേരവും. രാവിലെ ഭഗവാൻ പോകുമ്പോ അവരുടെ ഹൃദയം പെടയുന്നുണ്ടാവും,
ഇനി പകല് മുഴുവൻ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഭഗവാൻ കണ്ണുകൊണ്ട് ദയാപൂർവം പറയും. വൈകുന്നേരം ഇതാന്ന് പറയുമ്പോഴേക്കും വരൂലോ, ദേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ കണ്ണുകൊണ്ട് ആശ്വസിപ്പിക്കും. വൈകുന്നേരം വരുമ്പോ അവരിത്രയും നേരം ഭഗവാനെ കാണാത്ത വിരഹ ദുഃഖത്തോടുകൂടി തളർന്നിരിക്കുന്നവരാണ്. അപ്പൊ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉണ്ട് കേട്ടോ, ഇനിയിപ്പോൾ അവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ദൂരേക്ക് എവിടെയും പോകുന്നില്ല, ഇവിടുത്തെ യശോദാമ്മയുടെ കൂടെ നന്ദഗോപരുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളൊക്കെ ചുറ്റും തന്നെ ഉണ്ടല്ലോ എന്ന മട്ടിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉള്ള കടാക്ഷം. അതാണ് സദയാവലോകം സസ്മിതമുഖം പശ്യന്തി. ഭഗവാന്റെ പുഞ്ചിരിയോടുകൂടി ആ മുഖത്തെ അവർ ദിവസവും കാണുന്നുണ്ട്. എപ്പോൾ? പ്രാതഃ വ്രജാത് വ്രജതഃ, രാവിലെ വ്രജത്തിൽ നിന്ന് പശുക്കളെ ആട്ടിക്കൊണ്ട് പോകുമ്പോൾ. ആവിശതശ്ച സായം, സായം വൈകുന്നേരം. ആവിശതഃ, ആവിശതഃ പ്രവേശിക്കുന്നവൻ, ആവേശിക്കുക, പ്രവേശിക്കുക. അപ്പൊ തിരിച്ചു പ്രവേശിക്കുന്നു. ആരോടുകൂടി? ഗോപിസമം, പശുക്കളോടുകൂടെ. പോകുന്നതും പശുക്കളോടുകൂടി തന്നെയാണ്, വരുമ്പോഴും പശുക്കളോടുകൂടി തന്നെ. ഗോപിസമം. പിന്നെന്ത് ചെയ്യുന്നുണ്ട്? വേണും കൊണയത, കൊണയതോസ്യ നിശമ്യ വേണും. അപ്പൊ അസ്യ വേണും കൊണയത, അല്ലെങ്കിൽ വേണും കൊണയത അസ്യ സസ്മിതമുഖം. വേണുവിനെ ശബ്ദിക്കുന്ന, ദൂരത്തു നിന്നേ വേണു മുഴക്കുന്ന. എന്താ? ഞാനിതാ വരുന്നുണ്ട്, റെഡിയായി നിന്നോളൂ, ഇനിയിപ്പോൾ ആരും എന്നെ മിസ് ചെയ്ത് സങ്കടപ്പെടണ്ട, എന്നെ കാണാതിരിക്കണ്ട, വഴിയിൽ വെച്ച് എന്നെ കണ്ടോളൂ എന്ന മട്ടില് അറിയിച്ചു കൊണ്ടുള്ള വരവാണ്. അപ്പൊ വേണും കൊണയത, വേണുവിനെ ശബ്ദിക്കുന്ന ആ ഭഗവാനെ അത് കേട്ടിട്ട് നിശമ്യ, കൊണയത വേണും നിശമ്യ, ആ വേണുവിനെ കേട്ടിട്ട് അബലാഹ, ആ സ്ത്രീകള് തൂർണം നിർഗമ്യ, പെട്ടെന്ന് അവരുടെ വീടുകളിൽ നിന്നൊക്കെ നിർഗമിച്ചിട്ട് പതി, ആ വഴിയിൽ തന്നെ, ഭഗവാൻ വരുന്ന വഴിയിൽ നിന്ന് ഭൂരിപുണ്യാഹ, പുണ്യശാലിനികളായിട്ടുള്ള എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് അവർക്ക് ഈ കൃഷ്ണനെ അവരുടെ കളിക്കൂട്ടുകാരനെ പോലെ കിട്ടിയത്. ഗോപികമാരുടെ ഭാഗ്യത്തെക്കുറിച്ച് എല്ലാവരും പുകഴ്ത്തി അല്ലേ? അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം എന്ന് ബ്രഹ്മദേവനും ഇനിയിപ്പതാ ഉദ്ധവനൊക്കെ പോയിട്ട് അവരുടെ പാദരേണുക്കളെ മേലണിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. അപ്പോ ഭൂരിപുണ്യാഹ, അവർ പുണ്യാത്മാക്കൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അവര് ഭഗവാന്റെ ദയയോടുകൂടി നോക്കുന്ന, പുഞ്ചിരിയോടുകൂടി ആ മുഖത്തെ പശ്യന്തി. സദയാവലോകം സസ്മിതമുഖം പശ്യന്തി. അപ്പൊ ഇത്ര പുണ്യവതികളാണ് ആ ഗോപികമാർ. നമ്മളാണ് പാപികൾ എന്ന് ഇത്രയും കാലം ആ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞോ നമുക്ക്? കൃഷ്ണന്റെ ബാലലീലകളൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായോ എന്നൊക്കെയാണ് അവരുടെ പരിഭവം. അതാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പ്രാതർവ്രജാദ്വ്രജത ആവിശതശ്ച സായം ഗോഭിസ്സമം കൊണയതോസ്യ നിശമ്യ വേണും നിർഗമ്യ തൂർണമബലാപതി ഭൂരിപുണ്യാഃ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം. ഗോപികമാര് മധുരാപുരവാസികളായ സ്ത്രീകളുടെ വാക്കുകൾ ഇങ്ങനെ 10 ശ്ലോകത്തിൽ വിസ്തരിച്ചിരിക്കണു ശ്രീശുക ബ്രഹ്മർഷി. ഓരോന്നും വിസ്തരിക്കുന്നത് എന്തിനാ? നമ്മുടെ ഉള്ളില് ഈ ഇതെല്ലാം സ്മരിച്ചു വരാൻ നമുക്ക് ഓർമ്മപ്പെടുത്തലാണിതെല്ലാം. ഭഗവാനെ സ്മരിക്കാനുള്ള വഴികളാണിതെല്ലാം. ഭഗവാന്റെ വിവിധ ഗുണങ്ങളെക്കുറിച്ചും ലീലകളെക്കുറിച്ചും ഓരോരുത്തരും വർണ്ണിക്കുന്നത് നിരന്തരം കേൾക്കുന്തോറും നമ്മുടെ ഉള്ളില് ആ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള സ്മരണ, ഭഗവാനോടുള്ള അനുരാഗം, ഭക്തി അത് വീണ്ടും 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 ഉറയ്ക്കുകയാണ് അല്ലേ? ഒരേ വഴിക്ക് തന്നെ അല്പജലമാണെങ്കിലും നിരന്തരം ഒഴുകിയാൽ അതൊരു ചാലായിട്ട് മാറും. അതുപോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കൽ കഥ കേട്ടാ പോരാ. ഞാനിതൊക്കെ എത്ര കേട്ടതാ എന്ന് വിചാരിക്കാൻ പാടില്ല.
ഒരു മഴ പെയ്താൽ ഭൂമി മുഴുവൻ നനയാൻ പോകുന്നില്ല, വലിയ ചാലുകളും ഉണ്ടാകാൻ പോകുന്നില്ല. നിരന്തരം മഴ പെയ്യുമ്പോഴാണ് ഭൂമി മുഴുവൻ നനഞ്ഞു കുതിരുക. അതുപോലെ നമ്മുടെ കഠിനമായിട്ടുള്ള ഹൃദയം, കല്ല് പോലെയുള്ള ഈ ഹൃദയം ആർദ്രമാവണമെങ്കിൽ നിരന്തരം മഴ പെയ്യണം. ഏതു മഴ? ഭഗവത് കഥയാകുന്ന മഴ, സത്സംഗമാകുന്ന മഴ. അല്ലാതെ വർഷത്തിൽ ഒരു മഴ പെയ്ത ഭൂമി നനയാത്തതുപോലെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം സപ്താഹം കേട്ടത് കൊണ്ടോ എവിടെയെങ്കിലും കുറച്ചു നേരം സത്സംഗം ചെയ്തത് കൊണ്ടോ ഒരിക്കലും ഭക്തി വളരാൻ പോകുന്നില്ല. അപ്പൊ ഒരേ ഭാഗത്തു കൂടെ തന്നെ വെള്ളമൊഴുകിയാൽ അവിടെ ആ ചാല് ഡീപ്പാവും. അതുപോലെയാണ് നമ്മുടെ ചിത്തവൃത്തികൾ ഉറയ്ക്കുന്നത്, നമ്മുടെ ശീലമായി മാറുന്നത്. ഭഗവാന്റെ കഥകൾ നിരന്തരം പലരും പറയുന്ന പല രീതിയിൽ കേട്ടാൽ അത് വീണ്ടും വീണ്ടും കേട്ട് കേട്ട് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. അതിനാണ് ഇത്രയും വിസ്തരിച്ചിരിക്കുന്നത് എന്ന് പറയാം. തുടർന്ന് ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരിഃ ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ. ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരിഃ ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ. ഹേ ഭരതർഷഭ, ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ സംബോധന ചെയ്യണം. അല്ലയോ ഭരതർഷഭ, ഭരതവംശത്തിലെ ശ്രേഷ്ഠനായ പരീക്ഷത്തെ, നീ ഭാഗ്യവാനാണ്. നിനക്കിതിൽ ശ്രദ്ധയുണ്ടായല്ലോ, നിനക്ക് ഭഗവാന്റെ കഥ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായല്ലോ, നീ തന്നെയാണ് ഭാഗ്യവാൻ. ഹേ ഭരതർഷഭ, സ്ത്രീഷു ഏവം പ്രഭാഷമാണാസു, അങ്ങനെ ആ സ്ത്രീകൾ ഏവം ഇപ്രകാരം പ്രഭാഷമാണാസു, പ്രകർഷേണ ഭാഷമാണാസു, അവര് തമ്മിൽ ഇങ്ങനെ നന്നായി പറഞ്ഞുകൊണ്ടിരിക്കേ എന്തായി? ഭഗവാൻ യോഗേശ്വര ഹരിഃ, ഭഗവാനാണ് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങളും അതിന്റെ പൂർണ്ണതയിലുള്ള ഭഗവാൻ. അപ്പോ വീര്യത്തിനൊന്നും ഒരു കുറവുമില്ലാത്ത ഭഗവാൻ, ആ ഭഗവാൻ യോഗേശ്വരനാണ്, എല്ലാം ചെയ്യാൻ ശക്തിയുള്ളവനാണ്, ആർക്കും മോക്ഷം കൊടുക്കാൻ ശക്തിയുള്ളവനാണ്, മുകുന്ദനാണ്. ആ ഹരി ദുഷ്ടന്മാരെ ഹരിക്കുന്നവൻ, ദുഷ്ടന്മാരുടെ പാപത്തെ ഹരിക്കുന്നവൻ, ലോകത്തിന്റെ ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ, എല്ലാവരുടെയും അജ്ഞാനത്തെ ഹരിക്കുന്നവൻ. അങ്ങനെയുള്ള ഹരി ശത്രും ഹന്തും മനശ്ചക്രേ, ശത്രും ഹന്തും, ശത്രുവിനെ ഹനിക്കുവാനായിക്കൊണ്ട്, മനഃ ചക്രേ, മനസ്സിനെ ചെയ്തു എന്ന് പറഞ്ഞാലോ തീരുമാനം എടുത്തു. മതി കളിച്ചത്, ഇത്ര നേരം കളിക്കാൻ അവസരം കൊടുത്തു അവന്. മാത്രമല്ല ഈ കണ്ടിരിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ പതിക്കണം. ഭഗവാൻ വന്ന പാടെ ഒറ്റ ഇടിക്ക് ചാണൂരനെ കൊന്നു, ബലരാമൻ ഒരു ഇടിക്ക് മുഷ്ടികനെ കൊന്നു. ഈ മല്ലരംഗം ഇത്ര വർണ്ണിക്കാൻ പറ്റുമോ? ഇത്ര നേരം ആസ്വദിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പിന്നെ വല്ല പരിഭവവും പറയാനുണ്ടാവുമോ? കൃഷ്ണനോട് ദയ തോന്നുമോ? അവർക്ക് സിമ്പതി തോന്നുമോ? വന്ന പാടെ ഒറ്റ ഇടി, ബുൾഡോസർ വരും പോലെ വന്നിടിച്ചു. ചാണൂരൻ തവിട് പൊടി, മുഷ്ടികൻ ചമ്മന്തി, കഥ കഴിഞ്ഞു. അല്ല, ഭഗവാന് സാധിക്കാത്തത് കൊണ്ടല്ല. ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി അവിടെ വീഴും, ഒന്ന് സങ്കല്പിച്ചാൽ മതി വീഴും. അപ്പൊ സാധിക്കാത്തത് കൊണ്ടല്ല ഇത്രയും ഭഗവാൻ അഭിനയിക്കുന്നത്, നടിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടിച്ചാലേ ഈ കഥ ഇവിടെ അത്രയും വിസ്തരിച്ച് എഴുതുള്ളൂ. ഇങ്ങനെ എഴുതിയാലേ വരും തലമുറകൾക്ക് ആസ്വദിക്കാനുള്ള വിഷയം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ചതുശ്ലോകി ഭാഗവതം വായിച്ച് പണി കഴിക്കാം. ഭഗവാന്റെ ലീലകളൊന്നും വർണ്ണിക്കാനില്ലെങ്കിൽ അല്ലേ, 4 ശ്ലോകം കൊണ്ട് ഭാഗവതം കഴിച്ചു പോകാം. അപ്പൊ അങ്ങനെ കഴിക്കാൻ പാടില്ല, എപ്പോഴും വിസ്തരിച്ച് കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് അഭിനയിച്ച് ചെയ്യുന്നത്. അല്ലാതെ ഭഗവാന് ചാണൂരൻ വലിയ ശക്തനായ യോദ്ധാവാണ്, എതിരാളി ആയതുകൊണ്ടല്ല.
ബലരാമസ്വാമിക്കും അതുപോലെ തന്നെ. അപ്പൊ രണ്ടുപേരും കൂടി ഇത്രയും നേരം കളിച്ചു. ഇപ്പൊ തീരുമാനിച്ചു, മതി, തീരുമാനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതാണ് ഹന്തും മനഃചക്രേ, ഹനിക്കുവാനായിട്ട് മനസ്സിനെ ചെയ്തു, തീരുമാനിച്ചു, നിശ്ചയമെടുത്തു എന്നർത്ഥം. സഭായാ സ്ത്രീഗിരശ്രുത്വ പുത്രസ്നേഹശുചാതുരൗ പിതരൗ അന്വതപ്യേതാം പുത്രയോർ അബുധൗ ബലം. സഭായാ സ്ത്രീഗിരശ്രുത്വ പുത്രസ്നേഹശുചാതുരൗ പിതരൗ അന്വതപ്യേതാം പുത്രയോർ അബുധൗ ബലം. സഭായാഹ സ്ത്രീഗിരഃ ശ്രുത്വ, സഭായാഹ ഈ സഭയിൽ നിന്നുള്ള സ്ത്രീഗിരഃ സ്ത്രീകളുടെ വാക്കുകളെ ശ്രുത്വ കേട്ടിട്ട് പുത്രസ്നേഹശുച ആതുരൗ പുത്രയോഹോ ബലം അബുദൗ പിതരൗ അന്വതപ്യേതാം. പിതരൗ അന്വതപ്യേതാം, പിതാക്കന്മാർ രണ്ടുപേർ അനുതപിച്ചു. ഈ സ്ത്രീകളുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ, സെന്റിമെന്റ്സ് ഒക്കെ കേട്ടപ്പോൾ ഇവരുടെ ഉള്ളിലും ആ സെന്റിമെന്റ്സ് ഇളകി. അല്ലെ, ആരെങ്കിലും കരയുന്ന കണ്ടാൽ നമുക്കും ചിലപ്പോൾ കരച്ചിൽ വരും. ഒരു പകർച്ചവ്യാധിയാണ് മറ്റുള്ളവരുടെ ദുഃഖം നമ്മളെ സ്വാധീനിക്കുക. അല്ലേ, ഈ കുട്ടികൾ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും കുട്ടി കരഞ്ഞാൽ ആ അടുത്ത കുട്ടിയും കരയും. അത് നമ്മുടെ ഉള്ളിലുണ്ട് എല്ലാം. മറ്റൊരാളുടെ ദുഃഖം വരുമ്പോൾ അറിയാതെ നമ്മൾക്ക് അലിഞ്ഞ് നമ്മളും കരയും. ഇവിടെ ഈ സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് അച്ഛന്മാർക്ക് രണ്ടുപേർക്കും ഭയമുണ്ടായി. പിതരൗ അന്വതപ്യേതാം. നമ്മുടെ പിതരൗ എന്നുള്ളതിന് മാതാപിതരൗ എന്നെടുക്കേണ്ട ആവശ്യമില്ല. പിതരൗ, രണ്ട്, ദ്വൗ പിതരൗ, രണ്ട് അച്ഛന്മാരാണ് സഭയിൽ ഉള്ളത്. ദേവകി വന്നിട്ടുണ്ടോ എന്നറിയില്ല, ദേവകിയെ മോചിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. യശോദ വന്നതായിട്ട് വേറെ എവിടെയും പറയുന്നില്ല. അപ്പൊ പിന്നെ യശോദ ഉണ്ടെന്ന് എങ്ങനെയാ പറയുക? യശോദ ഉണ്ടെങ്കിൽ നന്ദനോട് യാത്ര പറഞ്ഞ് അയക്കുന്ന വേളയിൽ യശോദ വിടില്ലല്ലോ. അവിടെ ഒന്നും യശോദയുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. യശോദയുടെ ഒന്നും പറയുന്നതായിട്ട് പറഞ്ഞിട്ടില്ല ഭാഗവതത്തിൽ. ഇനി എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഉണ്ടോ യശോദയും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത്, മറ്റേതെങ്കിലും പുരാണങ്ങളിലുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ഭാഗവതത്തിലെ യശോദയുടെ പേര് ഈ യാത്രയിൽ, ഈ ധനുർയാഗം കാണാനായിട്ട് നന്ദഗോപരുടെ കൂടെ യശോദ വന്നതായിട്ട് എവിടെയും സൂചിപ്പിക്കുന്നില്ല. അപ്പൊ പിന്നെ പിതരൗ 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 എന്ന് മാത്രം പറയുമ്പോൾ അത് യശോദ കൂടി ഉണ്ട് എന്നെടുക്കുന്നതിൽ ഔചിത്യമില്ല. അപ്പൊ അവിടെ പിതരൗ എന്നുള്ളത് വസുദേവ നന്ദഗോപൗ, നന്ദഗോപരും വസുദേവരും എന്നെടുക്കാം. എന്തായാലും നമുക്ക് ഇവിടെ എന്താ പറയുക, അപ്പം തിന്നുകയാണ് വേണ്ടത്, കുഴി എണ്ണലും അല്ല. കൂടുതലൊന്നും എണ്ണാൻ നിൽക്കണ്ട. സഭായാം സ്ത്രീഗിരശ്രുത്വ പുത്രസ്നേഹശുചാതുരൗ. ആ പുത്രസ്നേഹം കൊണ്ട് ശുചാ ആതുരൗ, ശുചാ ശോകേന ആതുരൗ, രണ്ടുപേരും ശോകത്താൽ ആതുരരായി, ദുഃഖിതരായി എന്നർത്ഥം, പീഡിതരായി. ആരാ? അച്ഛന്മാർ രണ്ടുപേരും. പുത്രസ്നേഹശുചാതുരൗ പിതരൗ, ആ പിതാക്കന്മാർ അന്വതപ്യേതാം, അനുതപിച്ചു രണ്ടുപേരും. പുത്രയോഹോ ബലം അബുദൗ. അവിടെ എന്താ കാരണം? പുത്രയോഹോ, രാമകൃഷ്ണയോഹോ ബലം അബുദൗ. എന്താണ് അവരുടെ ശക്തി, സാമർത്ഥ്യം? ഇതിനെക്കുറിച്ച് വേണ്ടത്ര ബോധ്യമില്ലാത്തവരായിട്ട്. അബുദൗ എന്നാൽ ബുദ്ധി, ബോധമില്ലാത്തവർ, അറിവില്ലാത്തവർ. അപ്പൊ വസുദേവർക്കും നന്ദഗോപർക്കും യശോദയ്ക്കാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബലത്തെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. അവർ നേരിൽ കണ്ടതായിട്ടുള്ള ഒരുപാട് ലീലകളുണ്ട്. അല്ലേ, കാളിയമർദ്ദനം നേരിൽ കണ്ടതാണ്, ഗോവർദ്ധനോദ്ധാരണം നേരിൽ കണ്ടതാണ്.
ശംഖചൂഡവധം അല്ലെങ്കിൽ മറ്റു പല കേശി, വ്യോമാസുരൻ മുതലായവരെയൊക്കെ നേരിൽ ഗോകുലത്തിൽ വെച്ചാണ് കൊല്ലുന്നത്. അതുപോലെ വരുണലോകത്ത് ചെന്ന് വരുണൻ പൂജിക്കുന്നത് നന്ദൻ നേരിട്ട് കണ്ടതാണ്. അപ്പോ നന്ദഗോപർക്കും യശോദയ്ക്കും സാമാന്യമായിട്ട് കൃഷ്ണന്റെ ബലം, ബലരാമന്റെ ബലമൊക്കെ അറിയുന്നതാണ്. വസുദേവർ ദേവകിക്കും അറിയാൻ നേരിട്ട് അധികം അനുഭവമില്ല. അവർക്ക് വിശ്വാസം വരാതിരിക്കാം. അപ്പോ അവരാവാം ഇവിടെ. പുത്രയോർ ബലം അബുധവും, ആ രണ്ട് പുത്രന്മാരുടെയും ബലം അറിയാത്തവരായിട്ടുള്ള ആ മാതാപിതാക്കന്മാരായ വസുദേവ ദേവകിമാരോ അല്ലെങ്കിൽ വസുദേവ നന്ദഗോപന്മാരോ രണ്ടുമാവാം. തൈസ്തൈർനിയുദ്ധവിധിഭിഃ വിവിധൈരച്യുതേതരൗ യുയുധാദേയധാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ. തൈസ്തൈർനിയുദ്ധവിധിഭിഃ വിവിധൈരച്യുതേതരൗ യുയുധാദേയധാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ. അപ്പോ തൈഹി തൈഹി നിയുദ്ധവിധിഭിഃ വിവിധൈഹി അച്യുതേതരൗ. അച്യുതേതരൗ എന്ന് പറഞ്ഞാൽ അച്യുതഃ ച ഇതരഃ ച, അച്യുതഃ ച ബലരാമഃ ച എന്നർത്ഥം. അച്യുതനും മറ്റേ ആളും എന്ന് പറഞ്ഞാലോ കൂടെയുള്ള ജ്യേഷ്ഠൻ. അപ്പൊ അവിടെ അച്യുതേതരവ് എന്നുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണനും ചാണൂരനും എന്നെടുക്കാം. ശ്രീകൃഷ്ണന്റെ ഇതരൻ അഥവാ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ചാണൂരനും, അതുപോലെ തന്നെ ബലമുഷ്ടികൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബലശ്ച മുഷ്ടികശ്ച, ബലനും മുഷ്ടികനും തമ്മിലാണ് പരസ്പരം യുദ്ധം. കൃഷ്ണനും ചാണൂരനും തമ്മിലാണ്. അപ്പൊ അച്യുതേതരൗ ബലമുഷ്ടികൗ രണ്ടുപേരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? വിവിധൈഹി തൈഹി തൈഹി നിയുദ്ധവിധിഭിഃ അന്യോന്യം യഥാ യുയുധാതേ. വിവിധങ്ങളായ തൈഹി തൈഹി നിയുദ്ധവിധിഭിഃ, അതാത് ദ്വന്ദ്വയുദ്ധ വിധികൾക്കനുസരിച്ച് എങ്ങനെയൊക്കെയാണോ അടിക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്, ഒരാൾ ഇങ്ങോട്ട് അടിക്കുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണം, തിരിച്ചങ്ങോട്ട് എങ്ങനെ അടിക്കണം, ഇങ്ങനെയുള്ള വിധികളൊക്കെ ഉണ്ട്. അതനുസരിച്ചുകൊണ്ട് അതാത് നിയുദ്ധ വിധികൾ കൊണ്ട് അന്യോന്യം യുയുധാതേ പരസ്പരം യുദ്ധം ചെയ്തു. തഥായേവ ബലമുഷ്ടിക. അപ്പൊ അതുപോലെ തന്നെയാണ് ബലനും മുഷ്ടികനും തമ്മിലും തുല്യമായിട്ട് വിധിപ്രകാരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഭഗവദ്ഗാത്ര നിഷ്പാദൈഃ വജ്രനിഷ്പേഷ നിഷ്ഠുരൈഃ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിം അവാപഃ. ഭഗവദ്ഗാത്ര നിഷ്പാദൈഃ വജ്രനിഷ്പേഷ നിഷ്ഠുരൈഃ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിം അവാപഃ. ഇപ്പൊ ഭഗവാൻ കാണുമ്പോഴേ കൊച്ചുകുട്ടിയാണ് അല്ലെങ്കിൽ കോമളാംഗനാണ് എന്നൊക്കെ തോന്നുള്ളൂ. കാണുന്നവർക്ക് ശരി അയ്യോ പാവം എന്നൊക്കെ തോന്നും. അടി കിട്ടുന്ന ചാണൂരനോട് പോയി ചോദിക്കണം എങ്ങനെയുണ്ട് എന്ന്. അതാണ് ഇവിടെ പറയുന്നത്. വജ്ര നിഷ്പേഷ നിഷ്ഠുരൈഹി, വജ്രത്തിന്റെ നിഷ്പേഷം പോലെ നിഷ്ഠുരം. വജ്രം വജ്രായുധം, ഇന്ദ്രന്റെ വജ്രായുധം വന്ന് നിഷ്പേഷം ചെയ്യുക, പതിക്കുക, ചതയ്ക്കുക എന്നൊക്കെ അർത്ഥമാണ്. വലിയ വലിയ ചുറ്റിക കൊണ്ട് അടിച്ച് ചതയ്ക്കുന്നത് പോലെ വജ്രായുധം വന്ന് പതിക്കുകയാണ്, പേഷണം ചെയ്യുകയാണ്. പേഷണം ചെയ്യാന്ന് പറഞ്ഞാൽ ചമ്മന്തിയാക്കുക എന്നാണ്, പേസ്റ്റ് ആക്കലാണ് നിഷ്പേഷണം. അപ്പൊ വജ്രനിഷ്പേഷം, ആ വജ്രായുധത്തിന്റെ പതനം, ഒലയ്ക്ക വന്ന് പതിക്കും പോലെ അല്ലെങ്കിൽ വലിയ വലിയ കൂടങ്ങൾ വന്ന് പതിക്കുന്നത് പോലെ തന്റെ മേലെ വന്ന് പതിക്കുകയാണ്. അതാണ് വജ്രനിഷ്പേഷ നിഷ്ഠുരൈഹി, നിഷ്ഠുരങ്ങൾ കഠിനങ്ങളായിട്ടുള്ള. ഭഗവൽ ഗാത്ര നിഷ്പാദൈഹി, ഭഗവാന്റെ അവയവങ്ങളുടെ നിഷ്പാദം. ഭഗവാൻ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഇടിക്കുന്നത് വലിയ വലിയ ഒലയ്ക്ക കൊണ്ടോ അല്ലെങ്കിൽ കൂടം കൊണ്ടോ അതിനേക്കാൾ ഭാരമേറിയ, അതിനേക്കാൾ വേഗമേറിയ വജ്രം കൊണ്ടുള്ള പതനം പോലെ അല്ലെങ്കിൽ ഇടി വന്ന് വീഴും പോലെ എന്നൊക്കെ അർത്ഥം. അത്രയും വേദനയുണ്ട്, അത്രയും കഠിനമായിട്ടാണ് ഭജ്യമാനാംഗഃ.
ഭഞ്ചിക്കപ്പെട്ട അംഗങ്ങളോടുകൂടിയവനായിട്ടെന്ന് പറഞ്ഞാൽ ചതഞ്ഞ ചമ്മന്തിയായ തകർന്ന ചതവും ഒടിവുമൊക്കെ പറ്റിയതായിട്ടുള്ള അംഗങ്ങളോടുകൂടിയവനായിട്ടുള്ള ചാണൂര. ഭഗവാന്റെ എതിരെ നിൽക്കുന്ന ചാണൂരൻ എന്ന മല്ലൻ മുഹുഹു ഗ്ലാനിമ്മവാപ. സുഖബ്രഹ്മർഷി പറയണ ആശ്ചര്യം. മുഹുഹു ഗ്ലാനിമ്മവാപ, വീണ്ടും വീണ്ടും ഗ്ലാനിയെ പ്രാപിച്ചു. ഗ്ലാനി എന്ന് പറഞ്ഞാല് ക്ഷീണം, വാട്ടം എന്നൊക്കെ അർത്ഥം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, അല്ലേ? ധർമ്മത്തിന് വാട്ടം അഥവാ ക്ഷീണം പറ്റുക. അപ്പോ വീണ്ടും വീണ്ടും ചാണൂരനാണ് ക്ഷീണിക്കുന്നത്, ഭഗവാനല്ല. ഭഗവാൻ നല്ല ആവേശത്തില് തന്റെ മുഷ്ടി കൊണ്ടും പാദം കൊണ്ടും കാൽമുട്ടുകൊണ്ടും കൈമുട്ടുകൊണ്ടും തല കൊണ്ടുമൊക്കെ നല്ലോണം ഇടിക്കുന്നുണ്ട്. അതാണ് ഭഗവാന്റെ അംഗങ്ങളെ കൊണ്ടുള്ള പതനം. ഭഗവത് ഗാത്രനിഷ്പാദൈഹി വജ്രനിഷ്പേഷനിഷ്ഠുരൈഹി ചാണൂരോ ഭജ്യമാനാംഗ മുഹുഹു ഗ്ലാനിമ്മവാപ. അവൻ വല്ലാത്ത ക്ഷീണത്തെ, തളർച്ചയെ, വാട്ടത്തെ പ്രാപിച്ചു. സശ്യേന വേഗ ഉത്പത്യ മുഷ്ടീകൃത്യ കരൗഭൗ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ വക്ഷസി അബാധത. സശ്യേന വേഗ ഉത്പത്യ മുഷ്ടീകൃത്യ കരാവുഭൗ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ വക്ഷസ്യ ബാധത. അപ്പൊ സഹ എന്ന് പറഞ്ഞാൽ അവിടെ ചാണൂര. അപ്പൊ കുറെ ഇടികൊണ്ട് തളർന്നവനായപ്പോ അവൻ സർവശക്തിയും സംഭരിച്ച് ശേനവേഗ, ശേനമെന്നാൽ പരുന്ത്. അപ്പൊ പരുന്തിന്റെ വേഗതയോടുകൂടി ഒന്ന് ഉയർന്നു പൊങ്ങി. എന്നിട്ടോ ഉൽപ്പത്യ, ഉൽപ്പത്യ ഉയരത്തിൽ ചാടിയിട്ട്, ഒന്ന് പൊങ്ങിയിട്ട് എന്നൊക്കെ അർത്ഥം. എഴുന്നേറ്റിട്ട് മുകളിലോട്ട് ചാടിയിട്ട് ഉഭൗ കരൗ മുഷ്ടീകൃത്യ, രണ്ട് കൈകളും മുഷ്ടിയാക്കി ചെയ്തുകൊണ്ട്, രണ്ടും കൂടി ചേർത്ത് ബലമാക്കിയിട്ട് ക്രുദ്ധ, ക്രോധത്തോടുകൂടി ഭഗവന്തം വാസുദേവം വക്ഷസി അബാധത. ആ ഭഗവാൻ വാസുദേവനെ വക്ഷസ്സിൽ, മാറിടത്തിൽ അബാധത ബാധിച്ചു എന്ന് പറഞ്ഞാൽ പ്രഹരിച്ചു എന്നർത്ഥം. ഊക്കോടെ ഇടിച്ചു. അപ്പൊ തന്റെ എല്ലാ ക്രോധവും പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ ഇടിച്ചിടിച്ച് ക്ഷീണിപ്പിച്ചിരിക്കണു. അപ്പോ ഇടയ്ക്കൊരു സർവശക്തിയും എടുത്തുകൊണ്ട് അവസാനത്തെ ഇടി എന്ന പോലെ അവന്റെ ഊക്ക് കാണിച്ചുകൊണ്ട് ഭഗവാന്റെ മാറത്ത് ഇടിച്ചു. ഭഗവാൻ എന്തെങ്കിലും പറ്റിയോ? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നാചലത്തത് പ്രഹാരേണ മാലാഹതൈവദ്വിപഃ ബാഹോർ നിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരിഃ ഭൂപൃഷ്ഠേ പോധയാമാസ തരസാ ക്ഷീണജീവിതം വിസ്രസ്താകൽപകേശസ്രഗ് ഇന്ദ്രധ്വജൈവാപതത്. നാചലത്തത് പ്രഹാരേണ മാലാഹതൈവദ്വിപഃ ബാഹോർനിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരിഃ. മാലാഹതഃ ദ്വിപഃ ഇവ തത് പ്രഹാരേണ ന അചലത്. നാചലത്ത്, നാചലത് ചലിച്ചില്ല, അനങ്ങിയില്ല. ഇവിടുന്ന് നിന്നിടത്തുനിന്ന് അനങ്ങിയത് പോലുമില്ല ഭഗവാൻ. ഏതുപോലെ? മാലാഹതഃ ദ്വിപഃ ഇവ. ഒരു ആനയെ ഒരു പൂമാല കൊണ്ട് അടിച്ചാൽ ആനയ്ക്ക് വല്ല വേദന ഉണ്ടാവുമോ? അത് നിന്നിടത്തുനിന്ന് അനങ്ങുമോ? വലിയ വലിയ തോട്ടി കൊണ്ടും കുന്തം കൊണ്ടും ഒക്കെ ഇളക്കിയാൽ പോലും ചിലപ്പോൾ അത് ഇളകില്ല. അപ്പൊ പിന്നെ മാല കൊണ്ടടിച്ചാൽ ആനയ്ക്ക് വേദനിക്കോ? ആന ചലിക്കുമോ? അതാണ് മാലാഹത ഇവ ദ്വിപഃ. ദ്വിപഃ മാലാഹതഃ. ആനയെ മാല കൊണ്ടടിച്ചാൽ ആനയ്ക്കത് അറിയുക പോലുമില്ല, അത് സാരമില്ല, കൂസലില്ല. അപ്പൊ അതുപോലെ തൽ പ്രഹാരേണ, ആ ചാണൂരന്റെ പ്രഹാരം ഭഗവാനെ ഒന്ന് ഇളക്കിയതുപോലുമില്ല. നാചലത്ത്. അപ്പോഴോ ഇവൻ അടുത്തേക്ക് വന്ന് ഭഗവാനെ ഇടിക്കാൻ വന്നപ്പോ തക്കം കിട്ടിയപ്പോ പിടിച്ചു അവന്റെ രണ്ട് കൈകളും കൂട്ടിയിട്ട്. അതാണ് ചാണൂരം ബാഹ്വോഹോ നിഗൃഹ്യ. ആ ചാണൂരനെ ബാഹ്വോഹോ, രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചു എന്നാ നിഗൃഹ്യ.
ബാഹും നിഗൃഹ്യ എന്നല്ല. ബാഹും നിഗൃഹ്യ എന്ന് പറഞ്ഞാൽ ഏകബാഹു. ബാഹ്വോഹോ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളെയും നിഗൃഹ്യ പിടിച്ചിട്ട് ബഹുശഃ ഭ്രാമയന് ഹരിഹി. ബഹുശഃ പല പ്രാവശ്യം അവനെ ചുഴറ്റി. ഭഗവാൻ ഈ ചാണൂരനെ പിടിച്ച് തന്റെ ചുറ്റും ഒന്നിങ്ങനെ ചുഴറ്റി എന്നാണ്, വട്ടം കറക്കി ഭ്രമിപ്പിച്ചു. അങ്ങനെ ഹരി എന്ത് ചെയ്തു? ഭൂപൃഷ്ഠേ ബോധയാമാസ തരസാ ക്ഷീണജീവിതം വിസ്രസ്താകൽപകേസസ്രഗിന്ദ്രധ്വജൈവാപതത്. രണ്ട് തുടർച്ചയായിട്ടുള്ള അന്വയം പരസ്പരം ചേർന്നിരിക്കുന്നു. അപ്പോ ചാണൂരം ബാഹോഹോ നിഗൃഹ്യ ഭ്രാമയന്, ബഹുശഃ ഭ്രാമയന്, പല പ്രാവശ്യം കറക്കിയിട്ട് എന്തു ചെയ്തു? ഉടനെ പറയണ ഭൂപൃഷ്ഠേ പോതയാമാസ. ഭൂപൃഷ്ഠ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തില്, ഭൂമിയുടെ മുകളിലേക്ക് പോതയാമാസ എന്ന് പറഞ്ഞാൽ ഒരു അടിയടിച്ചു, തുണി അലക്കുന്നത് പോലെ അല്ലേ. അമ്മമാരെ പണ്ടൊക്കെ കല്ലിലടിക്കും തുണി, ഇപ്പൊ ഒന്നും കാണാറില്ല അല്ലേ. ഇപ്പൊ എല്ലാം വാഷിംഗ് മെഷീനാണ്. ഇപ്പൊ ആരിലും എന്താ പറയുക, അഴുക്കുമാവുന്നില്ലല്ലോ അല്ലേ. വലുതായിട്ട് അടിച്ച് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും പോതയാമാസ, അലക്ക് കല്ലിലിട്ട് അടിക്കും പോലെ ഭൂമിയിലേക്ക് ഭൂപൃഷ്ഠേ പോതയാമാസ. എങ്ങനെ? ക്ഷീണജീവിതം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്ഷീണജീവിതം എന്ന് വെച്ചാലോ ജീവിതം ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ പ്രാണൻ പോയി കഴിഞ്ഞു. എപ്പോ? ഭഗവാൻ ഈ കറക്കിയപ്പോ. ഭഗവാന്റെ ആ കറക്കിൽ തന്നെ പ്രാണൻ പോയിരുന്നു. ഒന്നുകൂടെ ഭൂമിയിലേക്ക് ആഞ്ഞടിച്ചതോടുകൂടി അവന്റെ പണി കഴിഞ്ഞു. അവൻ എന്തായി? തരസാ വിസ്രസ്താകൽപകേസസ്രഗ് ഇന്ദ്രധ്വജ ഇവ അപതത്. തരസാ അപതത്, അവൻ പതിച്ചു, അവൻ വീണു എന്നാണ്. ഭഗവാൻ എറിയും പോലെ ഇടുകയാണ് ചെയ്തവനെ. അപ്പൊ എങ്ങനെയായിട്ട്? വിസ്രസ്ത ആകൽപ കേശ സ്രക്ക്. വിസ്രസ്തം വിശ്രംസിച്ചത്, ശരീരത്തിൽ നിന്ന് വേറിട്ടത്, ഒഴുകിയത്, സ്ഥാനം ഭ്രംശം വന്നത്. എന്തൊക്കെ? വിസ്രസ്തമായ ആകൽപ്പം. ആകൽപ്പം എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ. ചാണൂരന്റെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതും. കേശം, അവന്റെ തലമുടിയെല്ലാം അഴിഞ്ഞ്. സ്രക്ക്, അവനിട്ടിരുന്ന മാല. ഒരു സെറിമോണിയൽ മല്ലയുദ്ധമായിട്ടാണല്ലോ കൊണ്ടാടുന്നത്. അപ്പൊ അവൻ കഴുത്തിൽ മാലയൊക്കെ ഇട്ടുണ്ട്. ആ മാലയൊക്കെ അഴിഞ്ഞു വീണവനായിട്ട് ഇന്ദ്രധ്വജ ഇവ അപതത്, ഇന്ദ്രധ്വജം എന്ന പോലെ പതിച്ചു. ഇന്ദ്രധ്വജം എന്നുള്ളത് ചില രാജ്യങ്ങളില് ഉള്ള ചില ഉത്സവങ്ങളില് ഒരു വലിയ രൂപത്തിൽ ഒരു അസുരനെ പുരുഷാകൃതിയിൽ കെട്ടും. എന്നിട്ട് അതിനെ അലങ്കാരാദികളൊക്കെ കൊണ്ട് അലങ്കരിച്ച് മേൽപോട്ട് ഉയർത്തി പിന്നീട് അതിനെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന കയറ് അറ്റ് അതിനെ വധിക്കും. നമ്മള് ശൂരംപോര എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. സുബ്രഹ്മണ്യസ്വാമി ശൂരനെ വധിക്കുന്നത് നമ്മുടെ തിരുച്ചെന്തൂരിലും എവിടെയൊക്കെ മുരുകക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ വലിയ രൂപം കെട്ടിയുണ്ടാക്കും. എന്നിട്ട് ആ രൂപത്തിന്റെ നേരെ രഥത്തില് മുരുകന്റെ വിഗ്രഹം കൊണ്ടുവന്ന് ആ മുരുകന് വേണ്ടി പൂജാരി അമ്പും വില്ലും തൊടുക്കും. മുരുകന്റെ വിഗ്രഹമാണ്. അപ്പൊ പിന്നെ ആരെങ്കിലും അമ്പും വില്ലും തൊടണ്ടേ? അപ്പോ പൂജാരിയായിരിക്കും മിക്കവാറും അമ്പ് കൊലച്ച് ഇതിന്റെ കഴുത്തിന് നേരെ പ്രയോഗിക്കും. അത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും അടുത്തൊരാള് ആ ശൂരന്റെ പേരിലുണ്ടാവും. ആ തല പിടിച്ച് മറിച്ചിടും. എന്നിട്ട് ആ ശൂരന്റെ ശരീരവും വീഴ്ത്തിയിടാം. അപ്പൊ അങ്ങനെ വലിയ ശരീരത്തെ, അസുരന്റെ ശരീരത്തെ മറിച്ചിടും പോലെ. അപ്പൊ അതിങ്ങനെ ഒലഞ്ഞുകൊണ്ട് വീഴൂല്ലോ. അപ്പൊ അതുപോലെ ഈ കർണാടകയിലും മറ്റുമൊക്കെ ഈ ഗൗഡദേശത്ത് ഉള്ളതായിട്ടുള്ള ഒരു ഇതാണ് ഇന്ദ്രധ്വജം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള രൂപങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ചില അസുരവധങ്ങളുടെയൊക്കെ കളി. അപ്പൊ അതാണ് ഇന്ദ്രധ്വജ ഇവ അപതത്, ഇന്ദ്രധ്വജം പോലെ. ഇന്ദ്രധ്വജം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഉയർന്ന പുരുഷൻ മറിഞ്ഞു വീഴും പോലെ ഈ ചാണൂരനും പതിച്ചു. എല്ലാ
വസ്ത്രങ്ങളും മാലകളും തലമുടിയും ആഭരണങ്ങളൊക്കെ അഴിഞ്ഞു വീണുകൊണ്ട് അസ്ഥാനത്തായിക്കൊണ്ട് ചെതറി വീണു എന്നർത്ഥം. ചമ്മന്തിയായി ചെതറി വീണു ഭഗവാന്റെ ആക്രമണം കൊണ്ട്. അപ്പൊ ഭഗവാൻ ചാണൂരനെ വധിച്ചു. ഇനി അതുപോലെ തഥൈവ മുഷ്ടികഃ പൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിനാ തലേനാഭിഹതോ വൃഷം. തഥൈവ മുഷ്ടികഃ പൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിനാ തലേന അഭിഹതോ വൃഷം. സ്വമുഷ്ട്യാഭിഹതേന ബലിനാ ബലഭദ്രേണ പൂർവം തലേന മുഷ്ടികഃ വൃഷം തഥാ ഏവ അഭിഹതഃ. അപ്പോ മുഷ്ടികനും ചാണൂരൻ ചെയ്തതുപോലെ തന്റെ മുഷ്ടി കൊണ്ട് ബലരാമനെ അടിച്ചിരുന്നു. അതാണ് സ്വമുഷ്ട്യ അഭിഹതേന ബലിനാ ബലഭദ്രേണ. സ്വമുഷ്ട്യ അഭിഹതേന അഭിഹനിക്കപ്പെട്ടവനായ ബലവാനായ ബലിനാ ബലഭദ്രേണ ബലഭദ്രനാൽ. മുഷ്ടികൻ അങ്ങോട്ട് അടിച്ചപ്പോൾ ആ ബലഭദ്രൻ എന്ത് ചെയ്തു? അതിനു മുമ്പേ തന്നെ അങ്ങോട്ട് അടിക്കുമ്പോഴേക്കും തന്നെ ഇങ്ങോട്ട് പൂർവം തലേന, തലമെന്നാൽ കൈത്തലം, കൈത്തലം കൊണ്ട് ബലരാമസ്വാമി ഒരു വെട്ടി. അപ്പൊ മുഷ്ടികഃ വൃഷം തഥാ ഏവ അഭിഹതഃ. ബലരാമസ്വാമിയുടെ കൈത്തലം കൊണ്ടുള്ള അടിയേറ്റ് മുഷ്ടികനും അപ്രകാരം തന്നെ കൊല്ലപ്പെട്ടു, ഹനിക്കപ്പെട്ടു. അഭിഹതഃ അഭിഹനിക്കപ്പെട്ടു, മുഷ്ടികനും പതിച്ചു എന്നർത്ഥം. എങ്ങനെ പതിച്ചു എന്ന് പറയണ? പ്രവേപിതസ്സരുധിരം ഉദ്വമന്മുഖതോർദിതഃ വ്യസുഹൂപപാദോർവ്യുപസ്ഥേ വാദാഹതൈവാംഗ്രിഭഃ. പ്രവേപിതസ്സരുധിരം ഉദ്വമന്മുഖതോർദിതഃ വ്യസുഃ പ്രപാദോർവ്യുപസ്ഥേ വാദാഹതൈവാംഗ്രിഭഃ. പ്രവേപിതഃ സഹ അർദ്ദിതഃ. ബലരാമസ്വാമിയുടെ അടിയേറ്റ് പ്രവേപിതഃ, വേപനം ചെയ്തുകൊണ്ട്, വിറച്ചുകൊണ്ട് എന്നർത്ഥം. താങ്ങാൻ പറ്റാതെ ശരീരം വിറയ്ക്കുകയാണ്. അങ്ങനെ വിറച്ചുകൊണ്ട് സഹ അർദ്ദിതഃ, അവൻ അത്യന്തം പീഡിതനായിട്ട് മുഖതഃ രുതിരമുദ്വമന്, വായിൽ നിന്ന് ചോര ഛർദിച്ചുകൊണ്ട്, മുഖതഃ വായിൽ നിന്ന് രുതിരം രക്തം, ഉദ്വമൻ വമിച്ചുകൊണ്ട്, പുറത്തേക്ക് തുപ്പിക്കൊണ്ട്, രക്തം തുപ്പിക്കൊണ്ട്, വാദാഹതഃ അംഗ്രിഭഃ ഇവ ഉർവിപസ്തേ വ്യസുഹൂപപാദ. വാദാഹതഃ അംഗ്രിഭഃ ഇവ, നല്ല കൊടുങ്കാറ്റിനാൽ പ്രഹരിക്കപ്പെട്ട ഒരു വൃക്ഷം, ഉയർന്നു നിൽക്കുന്ന ഏതെങ്കിലും വൃക്ഷങ്ങൾ, തെങ്ങ്, പന, അല്ലെങ്കിൽ വലിയ വലിയ ഉയരമുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീഴും. എപ്പോൾ? നല്ല കാറ്റുണ്ടാകുമ്പോൾ, അല്ല കൊടുങ്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴും പോലെ ഇവനും ഉർവിപസ്തേ, ഉർവിയുടെ മുകളിൽ, ഭൂമിയുടെ മുകളിലേക്ക്, വ്യസുഹൂപപാത, വ്യസുഹു വിഗതഃ അസുഹു, അസു പോയവനായിട്ട്, പ്രാണൻ പോയവനായിട്ട്, പപാത പതിച്ചു എന്നർത്ഥം. അപ്പൊ മുഷ്ടികനും ബലരാമസ്വാമിയുടെ കൈത്തലം കൊണ്ടുള്ള അടിയേറ്റ് വിറച്ചുകൊണ്ട് പ്രാണൻ പോയവനായി ഒരു വൃക്ഷം കാറ്റേറ്റ് വീഴും പോലെ വേച്ചു വീണു. പ്രവേപിതസ്സരുധിരം ഉദ്വമന്മുഖതോർഅർദിതഃ വ്യസുഃ പപാദോർവ്യുപസ്ഥേ വാദാഹതൈവാംഗ്രിഭഃ. തതഃ കൂടമനുപ്രാപ്തം രാമഃ പ്രഹൃതാംബരഃ അവധീത് ലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിനാ. തതഃ കൂടമനുപ്രാപ്തം രാമഃ പ്രഹൃതാംബരഃ അവധീത് ലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിനാ. അപ്പോൾ തതഃ അനന്തരം അനുപ്രാപ്തം കൂടം. കൂടം എന്നാൽ ഇവിടെ നല്ലന്റെ പേരാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ചാണൂരന്റെയും മുഷ്ടികന്റെയും അസിസ്റ്റൻസ് കൂടൻ, അതുപോലെ തന്നെ ശലൻ, അതുപോലെ തോശലകൻ, പ്രമുഖന്മാരായിട്ടുള്ള 3 പേരാണ്. ശലൻ, തോശലകൻ, കൂടൻ. അപ്പൊ അതില് കൂടൻ എന്ന് പറഞ്ഞവൻ പാഞ്ഞു വന്നു. അതാണ് തതഃ അനുപ്രാപ്തം കൂടം. തന്റെ അടുത്തേക്ക് വന്ന് പ്രാപിച്ച കൂടൻ എന്ന മല്ലനെ പ്രഹരതാംബരഃ രാമഃ, പ്രഹരിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ രാമൻ, നന്നായി പ്രഹരിക്കാൻ അറിയുന്നവനാണ് രാമൻ
എത്രയോ പേര് ഇതുപോലെ പ്രഹരിച്ചു കൊന്നവനാണ്. അപ്പോ ആ പ്രഹരതാംബരഹ രാമഃ, അല്ലയോ രാജാവേ, രാജൻ സാവജ്ഞം ലീലയാ വാമമുഷ്ടിന അവധീത്. സാവജ്ഞം എന്ന് പറഞ്ഞാലോ അവജ്ഞയോടുകൂടെ നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടിരിക്കുന്നു. നിന്റെ ബോസിനെ ഞാനിപ്പോ ചമ്മന്തിയാക്കിയത് നീ കണ്ടില്ലേ എന്ന മട്ടില്. ചാണൂര് മുഷ്ടികന്മാര് ഇവരുടെ ബോസ് പോലെയുള്ള ആളുകളാണ്, ഇവരുടെ രാജാക്കന്മാരെ പോലെ മല്ലന്മാരുടെ നേതാക്കളാണ്. അപ്പൊ നിന്റെ നേതാവിനെ തന്നെ ഞാൻ ചമ്മന്തിയാക്കിയിരിക്കണു, നീയൊക്കെ എന്ത് എന്ന മട്ടില് അവജ്ഞയോടുകൂടെ. സാവജ്ഞ അവജ്ഞയാ സഹ ലീലയായിട്ട് കളിയായിട്ട് വാമമുഷ്ടിനാവധി, ഇത് വലത്തെ കൈയൊന്നും വേണ്ട നിന്നെ തകർക്കാൻ, നിന്നെ കൊല്ല. അതുകൊണ്ട് വാമമുഷ്ടിന ഇടത്തെ കൈ കൊണ്ട് വധിച്ചു. അതാ ലാഘവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടത്തെ കൈ മടക്കി അനായാസേന ഒരടിയടിച്ചു, അവൻ ചത്തു വീണു. വാമമുഷ്ടിന അവധീത്. തർഹ്യേവ ഹി ശലകൃഷ്ണപദാപഹത ശീർഷകഃ ദ്വിധാവിദീർണ തോശലകഃ ഉപൗ അപി നിപേതതുഃ. തർഹ്യേവ ഹി ശലകൃഷ്ണപദാപഹത ശീർഷകഃ ദ്വിധാവിദീർണസ്തോശലക ഉപൗ അപി നിപേതതുഃ. അപ്പൊ തർഹ്യേവ ഉടനെ തന്നെ, അപ്പൊ തന്നെ എന്നർത്ഥം. കൃഷ്ണപദാ പ്രഹത ശീർഷകഃ, കൃഷ്ണന്റെ പദത്താൽ, കൃഷ്ണന്റെ പാദത്താൽ കാലുകൊണ്ട് പ്രഹതൻ എന്ന് പറഞ്ഞാൽ പ്രഹനിക്കപ്പെട്ടവൻ. എന്തില് എവിടെയാണ് പ്രഹനിക്കപ്പെട്ടത്? ശീർഷകം, ശിരസ്. അപ്പൊ ഭഗവാൻ തന്റെ കാല് പൊക്കി അവന്റെ ശിരസ് നോക്കിക്കൊടുത്തു. ആരുടെ? ശലൻ എന്ന് പറഞ്ഞ മല്ലന്റെ. ഭഗവാൻ കാലുകൊണ്ടാണ് അവന്റെ തലക്കിട്ടടിച്ചത്. കൃഷ്ണപദ അപഹത ശീർഷകഃ, കൃഷ്ണന്റെ പാദത്താൽ അപഹനിക്കപ്പെട്ട തലയോടുകൂടിയവനായിട്ട് ശലഹ ദ്വിധാ വിദീർണഃ, അവന്റെ തല രണ്ടായി പിളർന്നു. നല്ല ചുറ്റിക കൊണ്ടുള്ള അടി പോലെ ഭഗവാന്റെ കാലുകൊണ്ടുള്ള അടി കിട്ടി. ദ്വിധാ വിദീർണഃ, രണ്ടായി പിളർന്നവനായിട്ട് ആ ശലഹ ശലനും തോശലകഃ തോശലകനും ഉപൗ അപി നിപേതതുഃ, രണ്ടുപേരും വധിച്ചു. അപ്പൊ ശലനെയും തോശലകനെയും ഭഗവാൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ് കൊന്നത്. മറ്റേ കൂടനെ ബലരാമസ്വാമി ഇടത്തെ കൈകൊണ്ട് അടിച്ചു കൊന്നു. അപ്പൊ എന്തായാലും പ്രമുഖരായ 3 പേരും അല്ലെ, ആദ്യത്തെ 2 പേര്, പിന്നെ 3 പേര്, 5 പേര് കഴിഞ്ഞു. ചാണൂരേ മുഷ്ടികേ കൂടേ ശലേ തോശലകേ ഹതേ ശേഷാ പ്രതുദ്രുർമല്ലാഹ സർവേ പ്രാണപരീപ്സവഃ. ചാണൂരേ മുഷ്ടികേ കൂടേ ശലേ തോശലകേ ഹതേ ശേഷാഃ പ്രതുദ്രുർമല്ലാഹ സർവേ പ്രാണപരീപ്സവഃ. അങ്ങനെ ചാണൂരനും മുഷ്ടികനും കൂടനും ശലനും തോശലകനും, അവരെയൊക്കെ സപ്തമിയിൽ പറഞ്ഞത് ഹതേ സതി, ഹനിക്കപ്പെട്ടപ്പോൾ എന്ന് പറയാനാണ്. അവരെല്ലാം കൊല്ലപ്പെട്ടപ്പോൾ ശേഷാഹ, ബാക്കി ഉണ്ടായിരുന്നവർ, ആരൊക്കെ ശേഷിച്ച മല്ലന്മാരുണ്ടാവും, ഇവരുടെ സഹായികളായിട്ടുള്ള ആളുകൾ അല്ലെ, ഇവർക്ക് മസാജ് ചെയ്ത് കൊടുക്കാനും മസിൽ പിടിക്കാനും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശേഷാഹ മല്ലാഹ സർവേ പ്രാണപരീപ്സവഃ പ്രതുദ്രുവു, അവരുടെ പ്രാണത്തെ പരീപ്സവഃ, പരീപ്സു എന്ന് പറഞ്ഞാല് പരിരക്ഷും ഇച്ചു, രക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവരായിട്ട്, അവരുടെ പ്രാണനെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, പ്രാണനിൽ കൊതിയുള്ളവരായതുകൊണ്ട് സർവേ മല്ലാഹ പ്രതുദ്രുവു പ്രകർഷേണ ദുദ്രുവു, നന്നായി ഓടിയ വഴിക്ക് പുല്ല് മുളയ്ക്കാത്ത പോലെ ഓടി എന്നർത്ഥം. അവരെല്ലാം പ്രാണനും കൊണ്ട് കടന്നു കളഞ്ഞു. നീ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഇവരുടെയൊക്കെ തലവന്മാർ തന്നെ മരിച്ചിരിക്കണം, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന മട്ടില് അവർ ഓടിപ്പോയി പ്രാണനും കൊണ്ട്. ഗോപാൻ വയസ്യാനാകൃഷ്യ തൈ സംസൃജ്യ വിജഹ്രദുഃ വാദ്യമാനേഷു തുര്യേഷു വൽഗന്ധൗരുതനൂപുരൗ. ഗോപാൻ വയസ്യാനാകൃഷ്യ തൈ സംസൃജ്യ വിജഹ്രദുഃ വാദ്യമാനേഷു തുര്യേഷു വൽഗന്ധൗരുതനൂപുരൗ. പിന്നെ തമാശയായി. ഈ വന്ന കാര്യം മല്ലന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞു, എന്നാൽ ഇനിയിപ്പോ കുറച്ചുകൂടി ആളുകളെ രസിപ്പിക്കാമെന്ന് കരുതി നമ്മുടെ
ഈ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്നവർ ഗോൾ അടിച്ചാലോ വിക്കറ്റ് എടുത്താലോ സിക്സർ അടിച്ചാലോ ജയിച്ചു കഴിഞ്ഞാലോ ഒക്കെ ചില ഡാൻസ് ഒക്കെ കളിക്കും അല്ലേ? അപ്പൊ അതുപോലെ രാമകൃഷ്ണന്മാര് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. ആരുമായിട്ട് ചേർന്നിട്ട് കാണാൻ വന്നിരുന്ന കൂട്ടുകാരായ ഗോപന്മാരെ രംഗത്തേക്ക് പിടിച്ചു വലിച്ചു. നിങ്ങൾ വരൂ, ഇനിയിപ്പോ നമുക്കിവിടെ യുദ്ധം ചെയ്ത് കളിക്കാം. അങ്ങനെ കൂട്ടുകാരായ മറ്റേ ഗോപന്മാര്, അവർക്ക് മല്ലയുദ്ധം പരിചയമുണ്ട്. ഇവിടെ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ വൃന്ദാവനത്തിൽ വെച്ച് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലയുദ്ധമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊന്ന് അഭ്യാസം ഇവിടെ എടുക്കാന്ന് വിചാരിച്ച് കൂട്ടുകാരെയൊക്കെ രംഗത്തേക്ക് എഴിച്ചു കൊണ്ടുവന്നു രാമകൃഷ്ണന്മാര്. എന്നിട്ട് അവര് തമ്മിൽ യുദ്ധം ചെയ്ത് കളിച്ചു എന്ന് പറയണത്. അതാണ് യുദ്ധത്തിന്റെ ആ വേരുകൾ മുഴക്കുന്നുണ്ട്. കാരണം രാമകൃഷ്ണന്മാർ ചാണൂര മുഷ്ടികാദികളെ വധിച്ചപ്പോ ആ വാദ്യം ഘോഷിക്കുന്നവര് അവരുടെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. രാമകൃഷ്ണന്മാർക്ക് ജയ് വിളിക്കും പോലെ അവര് ആവേശത്തോടെ കൊട്ടിക്കൊണ്ടിരുന്നു. അവരുടെയും മനസ്സ് മാറി. അപ്പൊ ആ സമയത്ത് തൂര്യേഷു വാദ്യമാനേഷു സത്സു, വാദ്യഘോഷങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കെ വയസ്യാൻ ഗോപാൻ ആകൃഷ്യ, വയസ്യന്മാരെന്നുള്ള സമാന വയസ്കരായ കൂട്ടുകാരായ ഗോപന്മാരെ, സുഹൃത്തുക്കളായ ഗോപന്മാരെ ആകൃഷ്യ മഞ്ചത്തിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് നിങ്ങൾ വരൂ നിങ്ങളെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് തൈഹി സംസൃജ്യ ഋതനൂപുരൗ വൽഗന്ധൗ വിജഹ്രദുഹു, തൈഹി സംസൃജ്യ അവരോട് സംസർജിച്ച് സംസർഗം ചെയ്ത് അവരോട് യോജിച്ച് അവരുടെ തോളിലൊക്കെ കൈയിട്ടും കെട്ടിപ്പിടിച്ചും ഒക്കെ ആയിട്ട് ഋതനൂപുരൗ, നൂപുരങ്ങൾ ശബ്ദമുണ്ടാക്കുന്നവരായിക്കൊണ്ട് ഇവരുടെ കാലിലെ പാദസരങ്ങൾ നൂപുരങ്ങളൊക്കെ രാമകൃഷ്ണന്മാരുടെ ശബ്ദിക്കുന്നുണ്ട് ആ രംഗത്ത്. അങ്ങനെ ഡാൻസ് കളിക്കും പോലെയൊക്കെ ആയിട്ട് ഋതനൂപുരൗ വൽഗന്ധൗ, വൽഗന്ധൗ സഞ്ചരിക്കുന്നവരായിട്ട് വിജഹ്രദുഹു വിഹരിച്ചു എന്നാ പറയാം അല്ലേ? കപ്പടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദക്ഷിണമുണ്ട്, കൂട്ടുകാരൊക്കെ വരും, സപ്പോർട്ടിംഗ് സ്റ്റാഫൊക്കെ വരും അല്ലേ? കോച്ച് അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുക മെഡിക്കൽ സ്റ്റാഫ്, അതുപോലെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ അവരൊക്കെ കപ്പടിച്ച ടീമിന്റെ കൂടെ സ്റ്റേഡിയം മുഴുവൻ കറങ്ങും, ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, ഈ കാലത്തെ ഉണ്ട്. രാമകൃഷ്ണന്മാരുടെ കാലത്ത് തന്നെ അവർ ആഘോഷിക്കുകയാണ് മല്ലയുദ്ധം ജയിച്ചത്. കൂട്ടുകാരുമായിട്ട് അവിടെ അങ്ങനെ വിഹരിച്ചുകൊണ്ട് ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ ഞങ്ങളെ എതിർക്കാൻ എന്ന മട്ടിൽ തങ്ങളുടെ ആ ഒരു പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് അവരുടെ ആ ധൈര്യം വീര്യം എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ മത്സരത്തിൽ ജയിച്ചത് എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ അങ്ങനെ സഞ്ചരിച്ചു. അപ്പൊ ഇപ്പോ ഭഗവാൻ കൃഷ്ണൻ കംസന്റെ നേരെ സ്വയം ഒന്നും പോകുന്നില്ല. പക്ഷെ കംസൻ വിളിച്ചു വരുത്തുകയാണ്. മിണ്ടാതിരുന്നെങ്കിൽ, സ്ഥലം വിട്ടിരുന്നെങ്കിൽ കംസന് കുറച്ചുകൂടി കാലം ജീവിച്ചിരിക്കാമായിരുന്നു. പക്ഷെ വിനാശകാലെ അല്ലെങ്കിൽ ആ മരണം അടുക്കുമ്പോ തോന്നൂലോ, ഉൾവിളി തോന്നൂലോ. അപ്പോ അതിനാണ് ഇനി ഓരോന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ജനാ പ്രജഹൃഷു സർവേ കർമ്മണാ രാമകൃഷ്ണയോ ഋതേ കംസം വിപ്രമുഖ്യാഃ സാധവ സാധു സാധ്വിതി. ജനാ പ്രജഹൃഷു സർവേ കർമ്മണാ രാമകൃഷ്ണയോ ഋതേ കംസം വിപ്രമുഖ്യാഃ സാധവ സാധു സാധ്വിതി. അപ്പൊ ഈ സമയത്ത് രാമകൃഷ്ണന്മാരുടെ വിജയത്തിൽ ജനങ്ങളെല്ലാം സന്തോഷിച്ചു. അതാണ് ജനാഹ സർവേ പ്രജഹൃഷുഹു, പ്രകർഷേണ ജഹൃഷുഹു. ജഹർഷ എന്ന് പറഞ്ഞാൽ ഒരാൾ ഹർഷിച്ചു, ജഹർഷതുഹു രണ്ടുപേര് ഹർഷിച്ചു, ജഹർഷുഹു എല്ലാവരും ഹർഷിച്ചു. അപ്പൊ അവിടെയുള്ള പ്രജകൾ എല്ലാവരും സന്തോഷിച്ചു രാമകൃഷ്ണന്മാരുടെ വിജയത്തിൽ. പേടിച്ചിരിക്കുകയായിരുന്നു ഇവരെ ആ മല്ലന്മാർ ശരിയാക്കുമോ എന്ന് വിചാരിച്ച്. പക്ഷെ ആരൊഴിച്ച് ഹൃദേ കംസം, കംസം ഹൃദേ എക്സ്ക്ലൂഡിങ് കംസ, കംസൻ ഒഴികെ എന്നർത്ഥം, വിനാ എന്നർത്ഥമാണ് ഹൃദയ. അപ്പൊ വിനാ കംസ, കംസം വിനാ, കംസൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷിച്ചു. വിപ്രമുഖ്യാഹ സാധവ സർവേ ജനാഹ സാധു സാധു ഇതി രാമകൃഷ്ണയോ കർമ്മണാ പ്രചഹൃഷു. വിപ്രമുഖ്യന്മാർ, അവിടെയുള്ള ബ്രാഹ്മണര്, സാധുക്കള്, സജ്ജനങ്ങള്, സർവേ ജനാഹ മറ്റുള്ള ജനങ്ങള് എല്ലാരും സാധു സാധു ഇതി, ഉത്തമം ഉത്തമം, നന്നായി, ഗംഭീരം ഗംഭീരം,
ഭലേ ഭേഷ് എന്നൊക്കെ ഓരോരുത്തരും ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു അവരുടെ ഉള്ളിലുള്ള രാമകൃഷ്ണന്മാരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ രാമകൃഷ്ണയോഹോ കർമ്മണ പ്രജഹൃഷു, രാമകൃഷ്ണന്മാരുടെ കർമ്മം കൊണ്ട് ഇവരെല്ലാം പ്രകർഷേണ ഹർഷം പ്രാപിച്ചു, സന്തോഷിച്ചു. ഇനിയാണ് കംസന്റെ ചൂടാവല്. കംസൻ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. കംസൻ ഇനി ചില ആജ്ഞകളൊക്കെ പുറപ്പെടുവിക്കണു. നമുക്കത് നാളെ രാവിലെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ രാവിലെ കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.